ഇന്ന് പകൽക്കാലം അല്പസമയ ചിന്തയ്ക്ക് ഒരു വചനം വായിക്കുക. നമുക്ക് ഏവർക്കും സുപരിചിതം ഒരു വചനമാണ്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 13-ാം വാക്യം. ഒരു നിമിഷം നമുക്ക് കണ്ണുകളെ അടച്ച് ദൈവസന്നിധാനത്തിൽ പ്രാർത്ഥിക്കാമോ? സർവശക്തനായ സ്വർഗീയ നല്ല പിതാവേ, കർത്താവേ, അപ്പോൾ ഞങ്ങൾ ദൈവസന്നിധാനത്തിലേക്ക് അടുത്ത് വരികയാണ്. അപ്പോൾ സ്വർഗത്തിൽ എന്നേക്ക് സ്ഥിരമാക്കപ്പെട്ടിരിക്കുന്ന അങ്ങയുടെ തിരുവചന, അപ്പോൾ മാറ്റമില്ലാത്ത തിരുവചനം ഓരോ ദിവസവും അപ്പോൾ ഞങ്ങൾ വായിക്കുമ്പോൾ, കർത്താവേ, ഞങ്ങൾ ധ്യാനിക്കുമ്പോൾ ദൈവ സാന്നിധ്യവും വിടുതലും അതിലൂടെ വ്യാപരിക്കുന്നുവെന്ന് തിരുവചനത്തിൽ ഞങ്ങൾ പഠിപ്പിക്കുന്നു. ഇന്ന് പകൽക്കാലം ഞങ്ങൾ ധ്യാനത്തിനായി അപ്പോൾ സ്തോത്രം ഈ വചനം ഞങ്ങൾ വായിപ്പാൻ ഇടയായി തീർന്നു. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തര ഞാൻ സകലത്തിന് മതിയായവൻ. അപ്പാ ശത്രു കർത്താവേ അതിരും വരമ്പുമിട്ട് അപ്പാ നന്മയില്ല, പ്രതികൂലമാണ്, ആമേ വിടുതലില്ല എന്ന് പറയുന്ന വിഷയങ്ങളുടെ മധ്യത്തിൽ അപ്പാ യേശുവിൻ്റെ ശബ്ദം, യേശുവിൻ്റെ വചന, യേശുവിൻ്റെതായ വിടുതൽ അപ്പാ ഇന്ന് പകൽക്കാലം പ്രാപിച്ചെടുക്കുവാൻ സർവശക്തനായ ദൈവം ഇടയാക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, അങ്ങയുടെ വരവിനായി ഞങ്ങളെ ഒരുക്കുമാറാകണമേ. ദൈവവചനം കേൾക്കുന്ന ആരും നശിച്ചു പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കരുതേ. അവരവർക്കുള്ളതായ വാഗ്ദത്തം വിടുതലും പ്രാപിച്ചെടുക്കുവാൻ സർവശക്തനായ ദൈവം ഇടയാക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ സ്തോത്രവചനം കേൾക്കുന്ന എൻ്റെ മക്കളെ ദൈവം അനുഗ്രഹിക്കുമാറാകണമേ. അപ്പന് വേണ്ടി പ്രയോജനമുള്ള മക്കളായി എഴുന്നേൽക്കപ്പെടുവാൻ, എൻ്റെ ദൈവമേ, ശത്രുവിനോട് പോരാടുവാൻ അപ്പോൾ ഒരു ധീര പോരാളിയെ എഴുന്നേൽക്കപ്പെടുവാൻ സർവശക്തനായ ദൈവം ഇടയാക്കണമേ. അടിയങ്ങളെ ഒരു ഉപകരണമായി ദൈവസന്നിധാനത്തിൽ താഴ്ത്തി ഏൽപ്പിക്കുന്നേ അപ്പച്ച. ദൈവകൃപ കൂടെ ഇരിക്കണമേ. വചനം വിളമ്പാൻ ആവശ്യമായ ദൈവകൃപ നൽകും. യേശു ക്രിസ്തു നാമത്തിൽ കേൾക്കുമ്പോൾ കൃപയാക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ വചനം എന്താ പറഞ്ഞത്? എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിന് മതിയായവൻ. ഹല്ലേലൂയ. ആമേ. അപ്പോൾ ദൈവ സാന്നിധ്യം ഉണ്ടെങ്കിൽ സകല വിഷയത്തിൻ്റെ മധ്യത്തിലും ദൈവത്തിന് സ്തോത്രം നമുക്ക് വിടുതൽ പ്രാപിപ്പാൻ ഇടയായി തീരും. ഹല്ലേലൂയ. ആമേ. ദൈവത്തിന് സ്തോത്രം. കർത്താവിൻ്റെ വചനത്തിൽ നമ്മൾ വായിച്ചത് ആമേ ശക്തനാകണം, ഒന്നുകൂടെ ശക്തരായി തീരണം. ആമേ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിൻ്റെ വരവിൻ്റെ അന്ത്യകാലഘട്ടങ്ങളിൽ ആമേ വിശ്വാസം ദൈവത്തിന് സ്തോത്രം ത്യജിച്ചുകൊണ്ടും വിശ്വാസം തണുത്തും കൊണ്ടിരിക്കുമ്പോൾ ആമേ ദൈവമക്കളെ നമ്മൾ ആത്മാ പ്രാപിച്ച നാം ആമേ പിശാചിനോട് പറയില്ല, ആമേ ഞങ്ങളുടെ തലമുറകളും എൻ്റെ ദൈവത്താൽ ശക്തരായി തീരാൻ പോകുകയാണ്. നിന്നെ ഒടുക്കുവാനും തകർക്കുവാനും വെല്ലുവിളിച്ച് നിന്റെ മുമ്പിൽ നിൽക്കുന്ന ആമേ പിശാചിനോട് പറയണം, ഇല്ല, ഞാൻ ശക്തയാണ്. ഹല്ലേലൂയ. കാരണം എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിന് മതിയായവനെന്ന് പൗലോസ് അപ്പോസ്തലൻ വിളിച്ചു പറയുമ്പോൾ ആ വചനം എന്നേക്കുമായുള്ള ദൈവജനത്തിന് അനുഗ്രഹമായി, വിടുതലായി, വാഗ്ദത്തമായി വെളിപ്പെടുവാൻ ആമേ ദൈവം ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. ആമേ. എന്തോ നിലക്ക് നമ്മൾ ശക്തരായി തീരണം. ആമേ പ്രാർത്ഥനയിൽ, ആരാധനയിൽ, ദൈവകൃപയിൽ, വിശുദ്ധിയിൽ, വിശ്വാസത്തിൽ ആമേൻ. ഇങ്ങനെ ദൈവത്തിന് ഫലവിധമായ ആമേ ദൈവികമായ പോഷണ നമ്മുടെ വചനത്തിൽ ദൈവം നമുക്ക് നൽകി തരുന്നുണ്ട്. ഈ 4 ദിവസവും നിങ്ങൾ പ്രാപിച്ച വചനങ്ങൾ, ദൈവത്തിന് സ്തോത്രം, ദൈവികമായ വാഗ്ദത്തങ്ങൾ, ദൈവിക അഭിഷേകം അതൊട്ടും ചോർന്നു പോകാതെ വീണ്ടും ഒരു പടി കൂടെ ദേദാസം പറഞ്ഞതുപോലെ ആമേ ഒരു പടി കൂടെ കർത്താവിന് വേണ്ടി നിൽക്കുവാൻ ആമേ സമർപ്പിക്കപ്പെടുമ്പോൾ ആമേ അസാധ്യങ്ങൾ മാറിപ്പോകുവാൻ ഇടയായിത്തീരും. ഹല്ലേലൂയ. ആമേ. ദൈവത്തിന് സ്തോത്രം. പ്രിയ ദൈവമക്കളെ, ആമേ ദൈവത്തെ സ്തുതിക്കുമ്പോൾ ആമേ ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മളിലേക്ക് കടന്നു വരും. ഹല്ലേലൂയ. അപ്പോൾ സ്തുതിയിൽ നമ്മൾ ശക്തരാകുമ്പോൾ നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് മറുപടി ദൈവം തരും. ഹല്ലേലൂയ. ആമേ. 2 പേർ ദൈവത്തെ ആരാധിപ്പാൻ കടന്നുപോയി ഉൽപ്പത്തി പുസ്തകത്തിൽ. ആമേ. ദൈവത്തിന് സ്തോത്രം. ഹാബേലും കയീനും ദൈവത്തിന് സ്തോത്രം. ആമേ. 2 പേരും ദൈവത്തിന് യാഗം കഴിച്ചു. പക്ഷേ ഹാബേലിൻ്റെ ആരാധനയിൽ സർവശക്തനായ ദൈവം പ്രസാദിച്ചു. എന്താ പ്രിയമുള്ളവരെ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ആമേ ആരാധിക്കുന്ന നമ്മൾ ആരാധിക്കുന്ന ദൈവ വ്യവസ്ഥയോടുകൂടി ആരാധിച്ചാൽ, ആമേ ദൈവത്തിന്റെ പ്രസാദത്തോടുകൂടി ആരാധിച്ചാൽ ആമേ ദൈവത്തിന്റെ മഹത്വം നമ്മളിലേക്ക് വീഴും. ആമേ. പ്രൈസ് ദി ലോർഡ്. ആരാധിക്കുന്നുവെങ്കിൽ ദൈവത്തിന് പ്രസാദകരമായി നമ്മൾ ആരാധിക്കണം. ആമേ. ഹല്ലേലൂയ.
യേശുവിന് പ്രസാദകരമായി നമ്മൾ ആരാധിക്കുമ്പോൾ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുവാനിടയായ തീരും. ഹാബേലിന്റെ ഒരൊറ്റ ആരാധനയിൽ ദൈവത്തിന്റെ പ്രസാദം വെളിപ്പെട്ടുവെങ്കിൽ അതിന്റെ ജീവിതത്തിൽ, ആ വ്യക്തിയുടെ ജീവിതത്തിൽ പ്രതികൂലങ്ങൾ എഴുന്നേൽക്കുവാനായിട്ടിടയായി തീർന്നു. എങ്കിലും ഇന്നും നമ്മൾ എബ്രായ പുസ്തകത്തിൽ 11-ാം അധ്യായം വായിക്കുമ്പോൾ ഹാബേലിന്റെ രക്തം ദൈവത്തോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. പ്രിയ ദൈവ പൈതലേ, നിന്റെ പ്രാർത്ഥനാ വിഷയങ്ങൾ ചിലപ്പോൾ വർഷങ്ങളായി പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾ ഉണ്ടാകാം, ചിലപ്പോൾ ദൈവീയ ഉപവാസ പ്രാർത്ഥന പ്രാർത്ഥിച്ചു വരുന്ന വിഷയങ്ങൾ ഉണ്ടാകാം. അത് അസാധ്യമെന്ന് നിനക്ക് തോന്നി പിശാച് നിന്നോട് മന്ത്രിച്ച നീ പറയണയില്ല. വിശ്വസിക്കുന്നത് കൊണ്ട് ഒരു വിഷയത്തിനും ശത്രുവിന് അധികാരം പറയാൻ കഴിയത്തില്ല. കാരണം ഞാൻ ദൈവിക പ്രസാദത്തോടെ ദൈവത്തെ ആരാധിക്കും. ഹല്ലേലൂയ. അങ്ങനെ ദൈവത്തിന്റെ പ്രസാദം പ്രാപിക്കുന്ന പ്രാർത്ഥനകളായി, ആരാധനയായി, ജീവിതമായി, നമ്മുടെ ശരീരം നമ്മുടെ വ്യക്തിപരമായി നമ്മുടെ ജീവിതം ദൈവങ്ങൾ സമർപ്പിക്കുമ്പോൾ ദൈവം നമ്മെക്കുറിച്ച് വാഗ്ദത്തങ്ങൾ വെളിപ്പെടുത്തുവാനിടയായി തീരും. ഹല്ലേലൂയ. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം എന്ന് പറയുമ്പോൾ സന്തോഷത്തിന്റെ ലേഖനമെന്ന ദൈവത്തിന് സ്തോത്രം പറയപ്പെടുന്നത്. എന്നാൽ നമ്മൾ പ്രാപിക്കേണ്ട ചില നന്മകൾ അതിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. പ്രൈസ് ദൈവശക്തിയാലും ദൈവപ്രസാദത്താലും നമ്മൾ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ദൈവപ്രസാദത്താൽ നമ്മൾ സ്തുതിക്കണം. നമ്മൾ സ്തുതിക്കുമ്പോൾ കർത്താവിന്റെ വചനം പറയുന്നത് കർത്താവ് സ്തുതികളിൽ മേൽ അധിവസിക്കുന്ന ദൈവമാണ്. സ്തുതികൾ മേൽ അധിവസിക്കുന്ന കർത്താവ് നമ്മുടെ സ്തുതി സ്തോത്രത്തിലും പ്രസാദപ്പെടുമ്പോൾ, അല്ലെങ്കിൽ ദൈവത്തിന്റെ മഹത്വം അതിൽ വെളിപ്പെടുമ്പോൾ, ആത്മസാന്നിധ്യം അതിൽ വെളിപ്പെടുമ്പോൾ, ഇരുളിൽ ദൈവികമായ പ്രകാശം, വെളിച്ചം പ്രകാശിക്കുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ മൂടപ്പെട്ടതായ പ്രതികൂലങ്ങൾ അത് ദൈവത്തിന് സ്തോത്രം മാഞ്ഞു പോകുവാനായിട്ടിടയായി തീരും. ശത്രു ഒരു വഴിയായി വരും, 7 വഴിയായി ചിതറിയോടും. വിശ്വസിക്കുന്നുവെങ്കിൽ നിന്റെ കുടുംബത്തിനുമേ, നിന്റെ ജീവിതത്തിനുമേ ശത്രു കെട്ടപ്പെട്ട പ്രതികൂല മണ്ഡലങ്ങൾ യേശുവിന്റെ നാമത്തിൽ അത് മാറിപ്പോകുവാനിടയായി തീരും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. പ്രിയ ദൈവമക്കളെ, ദൈവ സന്നിധാനത്തിൽ നമ്മൾ ദൈവത്തിൻ്റെ പ്രസാദകരമായി നമ്മൾ ജീവിക്കുമ്പോൾ ഓരോ ശക്തിയും അല്ലെങ്കിൽ ഒരു വിഷയവും നമുക്ക് അസാധ്യമല്ല. എൻ്റെ ദൈവത്തിന് അസാധ്യമല്ലെങ്കിൽ നമുക്കും അസാധ്യമല്ലെന്ന്. ദൈവത്തിന് സ്തോത്രം. എൻ്റെ 18-ാമത്തെ വയസ്സിലാണ് എൻ്റെ വിവാഹം കഴിഞ്ഞ് പ്രിയ ഭാഷ കല്യാണം കഴിഞ്ഞ് പോയത്. ദൈവത്തിന് സ്തോത്രം. അവിടെ ചെന്നപ്പോൾ വിവാഹം കഴിച്ചത് തന്നെ ഒറ്റയ്ക്ക് രക്ഷിക്കപ്പെട്ട് നിൽക്കുന്നതെന്ന് പറഞ്ഞ ഒറ്റ കാരണത്താൽ എനിക്ക് വിവാഹം കഴിപ്പാൻ ദൈവത്തിന് സ്തോത്രം. എൻ്റെ പപ്പായും ദൈവത്തിന് സ്തോത്രം യേശുവിനെ സ്വന്തം രക്ഷിതാവായി കൈക്കൊണ്ട് സ്നാനപ്പെട്ടപ്പോൾ അവിടെ CSA ബാക്ക്ഗ്രൗണ്ടിലായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ആ കുടുംബക്കാരെല്ലാം പുറന്തള്ളുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. അടിയൻ്റെ മാതാവും യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചപ്പോൾ അവരുടെ കുടുംബത്തിൽ നിന്നും ദൈവത്തിന് ഒറ്റപ്പെടുവാനിടയായി തീർന്നു. അങ്ങനെ ദൈവത്തിന് അവർക്ക് ലഭിച്ച 5 വർഷം വരെ ഏകദേശം മക്കളില്ലായിരുന്നു. അവർ പ്രാർത്ഥിച്ച് മേടിച്ചതായി എന്നെ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് അവരും യേശുവിന് വേണ്ടി അങ്ങനെ നിന്ന്. പ്രൈസ് ദി ലോർഡ്. യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് പുറത്തള്ളപ്പെട്ടവനായ പ്രിയപ്പെട്ടവനെ ദൈവം എനിക്ക് ഭർത്താവായി തരുവാനിടയായി തീർന്നു. അവിടെ ചെന്നപ്പോൾ മറ്റുള്ളവരാരും രക്ഷിക്കപ്പെട്ടിട്ടില്ല. പ്രിയ പിതാവിന് ദൈവത്തിന് സ്തോത്രം മാനസികമായ അസുഖമാണ്, ഭ്രാന്തെന്ന് പറയാം. ദൈവത്തിന് സ്തോത്രം. ഒരു സ്വസ്ഥതയുമില്ലാത്ത അനുഭവം. എന്നാൽ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ 8-ാമത്തെ വയസ്സിൽ പരിശുദ്ധാത്മാഭിഷേകത്താൽ എൻ്റെ ദൈവം എന്നെ നിറപ്പാനിടയായി തീർന്നു. ഒത്തിരി ദേവദാസന്മാർ പറഞ്ഞു, ആ ഭവനത്തിൽ ഒരു സമാധാനമില്ലല്ലോ, എന്തിനായി മകളെ അങ്ങോട്ട് കൊടുക്കുന്നേ? പക്ഷേ എൻ്റെ മാതാവും പിതാവും പറഞ്ഞു, ആ കുടുംബത്തെ രക്ഷിക്കാനാണെങ്കിൽ യേശുവിൻ്റെ നാമം ആ ഭവനത്തെ വിടുതലിലേക്ക് നയിപ്പാനിടയായി തീരും. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഈ പരിശുദ്ധാത്മാ പറയുവാനിടയായി തീർന്നു, നീ ദാസ്യത്തിൻ്റെ ആത്മാവിനെ അല്ല പ്രാപിച്ചത്, അപ്പാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ ആത്മാവിനെ പ്രാപിച്ചുവെങ്കിൽ ഈ ഭവനത്തിന് നിനക്കൊരു വിടുതൽ വിജയവുമുണ്ട്. ചെറിയ ചെറിയ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചും കരഞ്ഞും വിടുതലുമില്ല എന്ന് ഭാരപ്പെടുന്ന പ്രിയ ദൈവ പൈതലേ, നിന്റെ ജീവിതത്തിൽ അഭിഷേകമാകുന്ന പരിശുദ്ധാത്മാവിന്റെ മുദ്ര ഏറ്റിട്ടുണ്ടെങ്കിൽ ഒരദൃശ്യ ശക്തിയെ നീ പേടിപ്പാനില്ല. ഹല്ലേലൂയ.
ശധനരഘടകതിന് ആ 18-ാമത്തെ വയസ്സിൽ ആമേ എൻ്റെ ഉള്ളിൽ പറഞ്ഞു, ആമേ ഹല്ലേലൂയ, ഇതിനെ നീ ജയിക്കണം. പ്രൈസ് ദി ലോർഡ്. ആമേ ശത്രുവിനെ നീ ജയിക്കണം. ആമേ അവരെല്ലാവരും എനിക്ക് വിലപ്പെട്ടവരാണ്. ആമേ ദൈവത്തിന് സ്തോത്രം. എന്നാൽ ശത്രു നമുക്ക് വിലപ്പെട്ട ആളല്ല. ആമേ കർത്താവ് പറഞ്ഞു, അസ്ഥി മാംസവും ഇല്ലാത്തതാണ് പൈശാചികൻ, അതിനെ നീ ഭയപ്പെടരുത്. നിന്റെ ഉള്ളിലിരിക്കുന്ന പരിശുദ്ധാത്മാവ് അത് ബലമേറിയ ആത്മാവാണ്. ഹല്ലേലൂയ. ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആമേ ഞങ്ങൾ ഒരുമിച്ച് ഭവനത്തിൽ പ്രാർത്ഥിപ്പാൻ തുടങ്ങി. ആമേ സഹോദരങ്ങളുമായി മാതാവുമായിരുന്നു ഒരുമിച്ച് പ്രാർത്ഥിപ്പാൻ തുടങ്ങി. പലപ്പോഴും വീട്ടിൽ പ്രശ്നങ്ങളാണ്, പ്രാർത്ഥിപ്പാൻ കഴിയത്തില്ല. എങ്കിലും ഞങ്ങൾ അഭിഷേകത്തോടെ ദൈവാത്മാവിനാൽ പരിശുദ്ധാത്മാവിനാൽ ആമേൻ ആരാധിച്ചപ്പോൾ 28 വർഷം ചങ്ങലയിൽ കിടന്ന ആ മനുഷ്യനെ ദൈവം വിടിവിപ്പാനായിട്ടിടയായി തീർന്നു. സമയ ചുരുക്കത്തിൽ പറയട്ടെ, ഇന്ന് ആ പിതാവ് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ആ കുടുംബങ്ങൾ മൊത്തമായി എന്റെ ദൈവത്തെ ആരാധിക്കുന്ന ആമേ മക്കളായി ശോഭിപ്പാൻ എന്റെ ദൈവം സഹായിച്ചു വരുന്നു. പ്രാർത്ഥനയ്ക്ക് വിടുതലുണ്ട്, പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്. ഹല്ലേലൂയ. ബലമില്ലെന്ന് തോന്നുന്നു, ശക്തിയില്ലെന്ന് തോന്നുന്നു, ആമേ ഹാൽ എന്ന് തോന്നുന്നെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥന ബലം ശോഷിച്ചു പോയി. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ ആത്മാവിലെ ആരാധന ശോഷിച്ചു പോയി. അതുകൊണ്ടാണ് വിടുതലില്ലാത്ത ശത്രു ജയിച്ചു കൊണ്ടേയിരിക്കുന്നത്. ഇന്ന് ഒരു ശത്രു നിങ്ങളുടെ മുമ്പിൽ ജയിക്കരുത്. ഹല്ലേലൂയ. ആമേ ദൈവത്തിന് വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ദൈവത്തിന് സ്തോത്രം. നമുക്ക് ഒരു വേദഭാഗത്തിൽ വായിക്കുന്നു. ദൈവത്തിന് പുറപ്പാട് പുസ്തകം 17-ാം അധ്യായം 1-ാം വാക്യം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ജനം ആരാധനയ്ക്കായി ഇറങ്ങി പുറപ്പെടുകയാണ്. ആരുടെ ശബ്ദം കേട്ടിട്ട്? ദൈവ ശബ്ദം കേട്ടിട്ട്. ആമേ ദൈവത്തിൻ്റെ ജനം ഇറങ്ങി പുറപ്പെട്ടപ്പോൾ ആമേ സീൻ മരുഭൂമിയിൽ നിന്ന് പുറപ്പെട്ട് അവർ രഫീദീമിൽ എത്തിയപ്പോൾ ദൈവത്തിന് സ്തോത്രം അവിടെ അവർ പാളയം ഇറങ്ങിയെന്നാണ് പറയുന്നത്. വായിക്കുന്നത് അവർ പാളയം ഇറങ്ങിയെന്ന്. ഹല്ലേലൂയ. ആമേ ദൈവത്തിൻ്റെ ജനം എവിടെ ദൈവശബ്ദം കേട്ട് ഇറങ്ങിത്തിരിക്കുന്നുവോ അവിടെ ഒരു ദൈവ പ്രവൃത്തി വെളിപ്പെടുന്നോടൊപ്പം ഒരു യുദ്ധവും മറഞ്ഞിരിപ്പുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആമേ ഓരോ പ്രാർത്ഥനയിൽ ഓരോ ആരാധനയിൽ നീ ശത്രുവിനെ ജയിച്ചു മുന്നേറുവാൻ കഴിയുമെങ്കിൽ ആമേ ദൈവത്തിന് സ്തോത്രം, ദൈവത്തിൻ്റെതായ മഹത്വം ആമേ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുവാനിടയായി തീരും. ഹല്ലേലൂയ. ഇവിടെ രഫീദീമിൽ അവർ അല്പസമയം ഒന്ന് വിശ്രമിക്കേണ്ടതിനായിട്ട് ആമേ കടന്നു വരികയാ. ഹല്ലേലൂയ. ആമേ ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് ഇറങ്ങി തിരിച്ച തൻ്റെ ജനം ആമേ ദൈവസന്നിധാനത്തിലായിരിക്കുമ്പോൾ അവർക്ക് പലവിധമായ പ്രതികൂലങ്ങൾ. ആമേ മിസ്രൈമിലായിരുന്നപ്പോഴും പ്രതികൂലമുണ്ട്. എന്നാൽ ദൈവസന്നിധാനത്തിൽ ദൈവശബ്ദം കേട്ട് ഇറങ്ങി തിരിച്ച് ആരാധനയ്ക്ക് കടന്നുപോയപ്പോഴും അവർക്ക് പ്രതികൂലമുണ്ട്. ആമേ ദൈവത്തിന് ദൈവജനം തളർന്നു പോയില്ല. എന്നാൽ നാം പലപ്പോഴും തളർന്നു പോകാറുണ്ട്, ക്ഷീണിച്ചു പോകാറുണ്ട്. എന്നാൽ ഞാൻ നിങ്ങോട്ട് പറയുന്നത്, ഞാൻ പറഞ്ഞെന്ന വാക്യം ഏതാണ്? എന്നെ ശക്തനാക്കുന്നവ മുഖാന്തരം ഞാൻ സകലത്തിന് മതിയായവൻ. നിങ്ങൾ തളർന്നു പോകാതെ ക്ഷീണിച്ചു പോകാതെ ഏത് സാഹചര്യത്തിൽ ആമേ ദൈവ പ്രവർത്തിക്കായി ദൈവത്തിന് സ്തോത്രം ആമേ നമ്മൾ കർത്താവിനെ നിൽക്കുമ്പോൾ ആമേ ദൈവ മഹത്വം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. ഹല്ലേലൂയ. അവിടെ റഫീദീം എന്ന് പറയുന്ന സ്ഥലം എന്ന് പറഞ്ഞ് ആമേ റഫീദ് എന്ന വാക്കിൻ്റെ അർത്ഥം വിശ്രമ സ്ഥലം എന്നാണ്. ആമേ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അവർ അല്പമൊന്ന് വിശ്രമിക്കാമെന്ന് കരുതിയായിരിക്കാം അവിടെ പാളയം ഇറങ്ങിയത്. ഹല്ലേലൂയ. എന്നാൽ ദൈവത്തിന് താഴോട്ടുള്ള വചനങ്ങൾ വായിക്കുമ്പോൾ അവിടെ നാം മനസ്സിലാക്കുന്നത് അവിടെ അമാലേക്ക് എന്ന് പറയുന്ന ഒരു വലിയ ആമേ സൈന്യം എന്ത് ചെയ്യുന്നറിയാമോ? ആമേ ദൈവജനത്തോട് പോരാടുവാൻ എഴുന്നേൽക്കുകയാ. ഹല്ലേലൂയ. ആമേ ഞാനൊന്ന് ചോദിക്കട്ടെ, ആമേ നിങ്ങളുടെ വിശ്രമ സ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭവനങ്ങളാ. ഹല്ലേലൂയ. ആമേ നിങ്ങളുടെ ഭവനങ്ങളിൽ സ്വസ്ഥത തരാതെ ആമേ പ്രാർത്ഥിക്കാൻ കഴിയാതെ ആരാധിപ്പാൻ കഴിയാതെ ആമേ ദൈവവചനത്തിൽ ജാഗരിപ്പാൻ കഴിയാതെ നിങ്ങളുടെ ഭവനത്തെ പിശാച് വലിക്കുന്നുണ്ടെങ്കിൽ ആമേ ഇന്ന് പകൽക്കാലം ഞാൻ വിളിച്ചു പറയട്ടെ, ആമേ നിങ്ങളുടെ ഹാലിലെ ഭവനങ്ങളെ ഭരിക്കുന്ന ആമേ ചില പ്രതികൂല അമാലേക്കിന്റെ ശക്തികൾ ആമേ ഇന്ന് പകൽക്കാലം അതിനെ തകർക്കുവാൻ എന്റെ ദൈവം ആഗ്രഹിക്കുകയാ. ഹല്ലേലൂയ.
പ്രൈസ് ദി ലോർഡ്. ഭവനങ്ങളിൽ സമാധാനം തരുവാൻ എൻ്റെ കർത്താവ് ആഗ്രഹിക്കുമ്പോൾ അതിന് വിരോധമായി പോരാടുന്ന ചില അമാലേക്കിൻ്റെ ശക്തി. ഹല്ലേലൂയ. ആമേൻ. അതിനോടാണ് ഇന്ന് പകൽക്കാലം നമുക്ക് യുദ്ധം ചെയ്യേണ്ടത്. ആമേൻ. ആമേൻ. ഒരു ആലയത്തിലെ ഒരു ജീവിതം, ഒരു വ്യക്തി വിടുതൽ പ്രാപിക്കുമ്പോൾ ആ കുടുംബം വിടുതൽ പ്രാപിക്കുകയാണ്. ഒരു കുടുംബം ആ ഒരു ആലയത്തിൽ വിടുതൽ പ്രാപിക്കുമ്പോൾ ആ സഭ, ദൈവത്തിന് സ്തോത്രം, വിടുതൽ പ്രാപിക്കുകയാണ്. സഭ ഉണർവിലേക്ക് നയിക്കപ്പെടുമ്പോൾ, പരിശുദ്ധാത്മാവിന്റെ ഹിതത്തിനൊത്തവണ്ണം പണിയപ്പെടുമ്പോൾ ആ പട്ടണം, ആ ദോഷം ദൈവത്താൽ പിടിക്കപ്പെടുകയാണ്. ഹല്ലേലൂയ. ഇത് മനസ്സിലാക്കി പിശാച് നിങ്ങളെ പ്രാർത്ഥിക്കാതെ ആരാധിക്കാതെ തളർത്തുമ്പോൾ പറ, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തിരം ഞാൻ സകലത്തിന് മതിയായവൻ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഈ അമാലേക്ക് എന്ന് പറഞ്ഞാൽ, അമേലക്ക് എന്ന വാക്കിൻ്റെ അർത്ഥം യുദ്ധഭീഷണി എന്നാണ്. ആമേൻ. എപ്പോഴും വഴക്കുണ്ടാക്കിക്കൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്ന ഭവനത്തിൽ ദൈവപ്രവൃത്തി വെളിപ്പെടേണ്ട വാഗ്ദത്തമുള്ള ആലയങ്ങളുടെ മേൽ, കുടുംബങ്ങളുടെ മേൽ ശത്രു പതിയിരുന്ന് പ്രവർത്തിക്കുന്ന അനുഭവം. ഹല്ലേലൂയ. തെക്കൻ ഭൂമിയിലും ചെങ്കടലിന്റെ കിഴക്കുമായി ഈ അമാലേക്കർ ദൈവ താവളമടിച്ചിരിക്കുക. ഹല്ലേലൂയ. നമ്മൾ വചനം വായിക്കുമ്പോൾ അത് താഴ്വരയുടെ നടുവിൽ ഈ ശക്തി ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. ദൈവജനം എപ്പോ പ്രാർത്ഥന കുറയുന്നുവോ, പ്രൈസ് ദി ലോർഡ്, എപ്പോൾ ആരാധന ശക്തി ഒന്ന് കുറയുന്നുവോ ഈ ശക്തി എഴുന്നേൽക്കപ്പെടുവാനായി തീരും. രോഗമായും പ്രതികൂലമായും ഹല്ലേലൂയ വേദനിപ്പിക്കുന്ന അനുഭവങ്ങളുമായ നിങ്ങളോട് പോരാടി വരുമ്പോൾ നിങ്ങൾ പറയണം, ഇല്ല, യുദ്ധ ഭീഷണി ഉണ്ടാക്കുന്ന പ്രിയ അമേലൊക്കെ ഇനി നിനക്ക് ജയമില്ല. കാരണം എന്നെ ശക്തനാക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം എന്നോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. മരിച്ച ലാസറിനെ ഉയർപ്പിച്ച ദൈവം, പുറത്തു കൊണ്ടുവന്ന ദൈവം, വിടുതലില്ല എന്ന് പറഞ്ഞ വിഷയത്തിന്റെ മധ്യത്തിൽ എനിക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിച്ച ദൈവം എനിക്ക് വേണ്ടി എഴുന്നേൽപ്പാനിടയായ തേരും. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിൻ്റെ ശബ്ദമായി നമ്മുടെ ശബ്ദമായി തീരണം. പ്രൈസ് ദി ലോർഡ്. ഈ താഴ്വരയിൽ പ്രവർത്തിക്കുന്ന ഈ ശക്തി സംഖ്യാപുസ്തകം 14-ാം അധ്യായം 15-ാം വാക്യത്തിൽ വളരെ വ്യക്തമായി കാണുവാനായിട്ടിടയായി തീർന്നു. സങ്കീർത്തനം 23 പ്രകാരം പറയുന്നു, കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാനൊരു അനർത്ഥവും ഭയപ്പെടുകയില്ല. അപ്പോൾ ദൈവത്തെ സേവിക്കുന്ന തൻ്റെ കുഞ്ഞുങ്ങൾക്കും പ്രതികൂലങ്ങൾ കടന്നു വരാം, പോരാട്ടങ്ങൾ കടന്നു വരാം. അതിൻ്റെ മധ്യത്തിൽ ദൈവ സാന്നിധ്യത്തോടുകൂടെ ദൈവത്തെ സ്തുതിച്ചാരാധിക്കുമ്പോൾ, ദൈവത്തിൻ്റെ അഭിഷേകത്താൽ ദൈവത്തെ മതിമറന്ന് ദൈവത്തെ ആരാധിക്കുമ്പോൾ നിങ്ങളോടുള്ള ദൈവത്തിൻ്റെ വാഗ്ദത്തം എൻ്റെ ദൈവം വെളിപ്പെടുത്തുവാനായിട്ടിടയായി തീരും. ഹല്ലേലൂയ. അദൃശ്യ മണ്ഡലങ്ങൾ വ്യാപരിക്കുന്ന പൈശാചിക പോരുകളെ തകർക്കും ദൈവം നമ്മെ അഭിഷേകത്താൽ നിറയ്ക്കും. പ്രൈസ് ദി ലോർഡ്. ഈ താഴ്വരയിൽ പ്രവർത്തിക്കുന്ന ഈ പിശാചിന്റെ ശക്തി ഉള്ളത് കൊണ്ടാണ് ദൈവത്തിനറിയാം ദൈവജനത്തോട് പിശാച് പോരാടുമെന്ന്. മരണം വരെയും പോരാടും. അതുവരെയും നമുക്ക് വെല്ലുവിളികളുണ്ട്. കർത്താവിന്റെ വരവ് വരെയും വെല്ലുവിളികളുണ്ട്. ഈ കർത്താവിന്റെ വരവിന്റെ അന്ത്യനാളിൽ ദൈവം ആഗ്രഹിക്കുന്നത് പോലെ വിശുദ്ധീകരണത്തിലും ദൈവകൃപയിലും ആരാധനയിലും വചനധ്യാനത്തിലും നമ്മൾ മുൻതൂക്കം കൊടുത്ത് യേശുവിന് പ്രസാദകരമായി ഓരോ ദിവസമായിരിക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം, ദൈവം നമുക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിപ്പാനിടയായിത്തീരും. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. കർത്താവേ, എനിക്ക് വേണ്ടി ആര് നന്മ തരും, എന്നെ ആര് സഹായിക്കും എന്ന് പറയുന്ന തൻ്റെ മക്കളുടെ മേൽ കർത്താവ് ഇറങ്ങി വന്ന് പറയും, ഞാൻ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആരാധിക്കുന്ന ദൈവ പൈതലേ, നീ കരയുകയാണ്, കർത്താവേ എൻ്റെ ഈ വിഷയത്തിന് വേണ്ടി എനിക്ക് വേണ്ടി ആരാ ഒരു വാക്ക് സംസാരിക്കുന്നത്, ആരാ എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് എന്ന് കർത്താവ് ഇന്ന് പൽക്കാലം വിളിച്ചു പറയുകയാ. യുദ്ധം എനിക്കുള്ളത്. ഹല്ലേലൂയ. തൻ്റെ ജനത്തിനായി യുദ്ധം ചെയ്യുന്ന ദൈവ, നിന്റെ കാലുകൾ കുഴഞ്ഞു പോകുമ്പോൾ, നിന്റെ കൈകൾ കുഴഞ്ഞു പോകുമ്പോൾ, നിന്റെ ശബ്ദം കുഴഞ്ഞു പോകുമ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം
സാന്നിധ്യം നിന്റെ ഉള്ളിലുണ്ടെങ്കിൽ അതേ ദൈവ സാന്നിധ്യം ഉപയോഗിച്ച് നീ ദൈവത്തെ ആരാധിക്കുമ്പോൾ ആമേ നിനക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന എല്ലാ പ്രതികൂല മണ്ഡലങ്ങളെയും ആമേ ദൈവം ശാസിച്ച് നിന്റെ ജീവിതത്തിൽ വെളിപ്പെടും. വിശ്വസിക്കുന്നവർ കരങ്ങൾ തട്ടി ആമേ ദൈവത്തെ ആരാധിച്ചിട്ട്, അതേ കർത്താവേ, എൻ്റെ ഭവനത്തിലേക്ക്, എൻ്റെ ജീവിതത്തിലേക്ക്, എൻ്റെ കുടുംബത്തിലേക്ക് നിന്റെ മഹത്വം ഇറങ്ങി വരണം. എൻ്റെ ശുശ്രൂഷയിലേക്ക് നിന്റെ മഹത്വം ഇറങ്ങി വരണം. ഇരുളെ മാറിപ്പോകട്ടെ. ദൈവ സാന്നിധ്യം ഇറങ്ങി വരട്ടെ. ദൈവജനം ത്യാഗിച്ചും ക്ഷീണിച്ചും തളർന്നും ഇരുന്നപ്പോൾ ആമേ ദൈവത്തിന് സ്തോത്രം, പൈശാചികൻ അവിടെ എഴുന്നേൽപ്പടയായി തീർന്നു. എന്നാൽ ദൈവത്തിന്റെ ശക്തി അവിടെ വെളിപ്പെട്ട് ദൈവജനത്തിന് അവിടെ വിടുതൽ കൊടുപ്പാനിടയായി തീർന്നു. ആമേ ദൈവത്തിന് സ്തോത്രം. നമുക്ക് ആ വചനം ഒന്നുകൂടെ ആഴമേറി ചിന്തിച്ചു കഴിഞ്ഞാൽ ആമേ ദൈവത്തിന് സ്തോത്രം വഴിയിൽ വെച്ച് തടയുന്ന ശക്തി അല്ലേ. ആമേ ഏത് വിഷയം പ്രാർത്ഥിക്കാനിരുന്നാലും അത് പൂർണ്ണതയിൽ എത്താൻ കഴിയാത്ത രീതിയിൽ അതിനെ ഖണ്ഡിക്കുന്ന ചില ശക്തികൾ സഭയുടെ ബന്ധത്തിൽ ഞാൻ പറയട്ടെ. ആമേ നിങ്ങൾ ഏതൊക്കെ വിഷയം പ്രാർത്ഥിച്ചോ അതെല്ലാ വിഷയത്തിന്റെ മധ്യത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടേണ്ട സമയമായി. വഴി തടയുന്ന വൈശാചിക മണ്ഡലങ്ങൾ ഇന്ന് കാലം അഴിഞ്ഞു മാറണം. ആമേ അനുഗ്രഹത്തെ വഴി തടയുന്ന ശക്തി, ആത്മാക്കളെ വഴി തടയുന്ന ശക്തി, വാഗ്ദത്തത്തിന്റെ വിടുതലിന്റെ സമയത്ത് ആമേ അത് വഴിയിൽ തടയുന്ന ശക്തി, പ്രാർത്ഥനയെ തടയുന്ന ശക്തി, സന്തോഷത്തെ കെടുത്തുന്ന ശക്തി. ആമേ ഹല്ലേലൂയ. അങ്ങനെ ആമേ ദൈവസന്നിധാനത്തിൽ ദൈവാത്മാക്കൾ ആമേ വിടുതൽ പ്രാപിക്കാതെ ദേശത്തെ കെട്ടുന്ന ആമേ ദേശത്തിലെ അന്ധകാര ശക്തി ഇന്ന് വെല്ലുവിളിച്ചു നിൽക്കുമ്പോ ആമേ പ്രാർത്ഥനയ്ക്കായി, ആരാധനയ്ക്കായി ആമേ ദൈവം വിളിക്കപ്പെട്ട പ്രിയ ദൈവ പൈതലേ ആമേ ദൈവ പ്രവർത്തിക്കായി നീ എഴുന്നേൽക്കുമ്പോൾ ആമേ ദൈവത്തിന്റെ മഹത്വം നിന്റെ ജീവിതത്തിൽ വെളിപ്പെടും. പ്രൈസ് ദി ലോർഡ്. ആമേ ദൈവ സാന്നിധ്യത്തോടെ ആമേ നമ്മൾ ദൈവസന്നിധാനത്തിലായിരിക്കണം. ഹല്ലേലൂയ. ഈ 4-ാമത്തെ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത ദിവസമാക്കി ദൈവം തീർക്കട്ടെ. ഹല്ലേലൂയ. അവിടെ നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ ആമേ ദൈവത്തിന് സ്തോത്രം, യുദ്ധഭീഷണി ഒരുക്കി അമാലേക്കും സൈന്യവും കൂടെ എവിടെ വരുന്നു? ആമേ മോശയുടെ അടുത്ത് വരികയാ. പ്രൈസ് ദി ലോർഡ്. മോശ ദൈവത്തിന്റെ പാദപീഠത്തിങ്കിലായിരിക്കുക. ആമേ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആ പർവ്വതത്തിൽ കയറിയിരുന്ന് ആമേ മോശ ദൈവത്തോട് പ്രാർത്ഥി. അതൊക്കെ നമുക്ക് അറിയാം, ചരിത്രം അറിയാം. ആമേ ദൈവത്തിന് സ്തോത്രം. മോശയുടെ കരം താങ്ങേണ്ടതിനായി അഹരോനെ ഹൂരിനെയും ദൈവം എഴുന്നേൽപ്പിക്കുകയാ. ആമേ പ്രാർത്ഥനയ്ക്കായി ആര് മുട്ടുമടക്കുന്നുവോ ആമേ ദൈവദാസനോട് ചേർന്ന് ആമേ ദൈവ പ്രവർത്തിക്കായി ദൈവത്തിന് സ്തോത്രം. ഈ പട്ടണത്തിലെ വിടുതലിനായി, ആത്മാക്കൾ വിടുവിക്കപ്പെടേണ്ടതിനായി, ആമേ അമാലേക്ക ശക്തിയുടെ പോരുകൾ തകർക്കപ്പെടേണ്ടതിനായി ആര് ചുമതല കൊടുക്കുന്നുവോ ആമേ ആ ഭവനങ്ങളെ, കുടുംബങ്ങളെ, തലമുറകളെ എൻ്റെ ദൈവം മാനിപ്പാനിടയായി തീരെ. ഹല്ലേലൂയ. മോശയുടെ കരം ഉയർന്നിരിക്കുമ്പോൾ ഇസ്രായേലിന് വിജയം. ഹല്ലേലൂയ. മോശയുടെ കരം താണു പോകുമ്പോൾ അമാലേക്ക് ജയിക്കും. ഇത് നമ്മൾ മനസ്സിലാക്കണം. ഈ കർത്താവിൻ്റെ വരവിൻ്റെ അന്ത്യനാളിൽ ആമേ നമുക്ക് ദൈവം നൽകപ്പെട്ടിരിക്കുന്ന ദൈവദാസനോട് ചേർന്ന് ആമേ ദൈവ പ്രവർത്തിക്കായി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആമേ ദൈവത്തിന് ദൈവ പ്രവർത്തിക്കായി നമ്മെ തന്നെ ദൈവകരങ്ങൾ ഏൽപ്പിക്കുന്നതിന് തുല്യമാ. ഹല്ലേലൂയ. പലപ്പോഴും വിചാരിക്കും ഞാനൊരു വിശ്വാസിയല്ലേ, ആമേ ഞാൻ ഒരു ദൈവ പൈതലല്ലേ നമ്മൾ വിചാരിക്കുക. പക്ഷേ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവം നമ്മെ കുറിച്ച് ഒരുക്കിയിരിക്കുന്ന വാഗ്ദത്തം എന്ന് പറയുന്നത് അത് വലിയതാണ്. ആമേ ദൈവത്തിന്റെ വാഗ്ദത്തം എന്ന് പറയുന്നത് ആമേ പ്രാർത്ഥനയിൽ ശക്തിപ്പെടുന്ന, ആത്മാഭിഷേകത്തിൽ ആരാധിക്കുന്ന ഒരു ദൈവ പൈതലുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ മേൽ ദൈവത്തിന്റെ വാഗ്ദത്തം ആമേ നമ്മൾ മനുഷ്യൻ വിചാരിക്കുന്നത് പോലെയല്ല. മനുഷ്യൻ പുറമേ ഉള്ളത് നോക്കുന്നു. ആമേ ദൈവമോ ഉള്ളുകളെ, ഉൾപ്പൂവുകളെ ആരാഞ്ഞറിയുന്ന ദൈവം.
ആമേ നിനക്ക് വേണ്ടി വൻ കാര്യങ്ങളെ ആമേ ഒരുക്കി വച്ചിട്ടാണ് ആമേ പ്രാർത്ഥനയ്ക്കായി ദൈവം ക്ഷണിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അതിൽ നമ്മൾ തോറ്റുപോയാൽ ആമേ നമുക്ക് വാഗ്ദത്തങ്ങൾ പ്രാപിപ്പാൻ കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥനയിലും ആരാധനയിലും നമ്മൾ തോറ്റുപോയി കഴിഞ്ഞാൽ ആമേ നമുക്കുള്ള വാഗ്ദത്തം നമുക്ക് പ്രാപിപ്പാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. ആമേ ദൈവത്തിന് സ്തോത്രം. പ്രിയ ദൈവമക്കളെ, ആയതിനാൽ നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ശക്തി ആമേ അത് കേവലം അത് ശക്തി മാത്രമാണ്. ആമേ ഹല്ലേലൂയ. അത് വ്യക്തിയല്ല. ആയതിനാൽ ദൈവ സാന്നിധ്യത്താൽ ആ ശക്തിയെ തകർത്ത് ആമേ ഹല്ലേലൂയ. ആമേ മുന്നേറുമ്പോൾ ദൈവത്തിൻ്റെതായ സാന്നിധ്യം നമ്മൾ കടന്നു വന്ന് ദൈവരാജ്യത്തിൻ്റെ ഉത്തമ ഉടമകളായി വാഗ്ദത്തത്തിൻ്റെ ഉടമകളായി തീരുവാൻ ആമേ സർവശക്തനായ ദൈവം ഇടയാക്കുക. ഇവിടെ അഹരോനും ഹൂരും ആമേ കർത്താവ് മോശയുടെ കരത്തെ താങ്ങിയതുപോലെ ആമേ ദൈവസന്നിധാനത്തിൽ പ്രാർത്ഥനയിലും ആരാധനയിലും ആമേ കർത്താവിൻ്റെ ദാസിമാരോട് ചേർന്ന് ആമേ ദൈവത്തെ സ്തുതിക്കുന്ന ദൈവത്തെ ആരാധിക്കുന്ന മക്കൾക്ക് ആമേ അനുഗ്രഹം വിടുതലും വാഗ്ദത്തം ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. ആരും പ്രാർത്ഥിക്കാതെ തന്നെ അത് കടന്നു വരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേ പ്രൈസ് ദി ലോർഡ്. പ്രിയ ദൈവമക്കളെ, ആമേ അവിടെ നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ അവിടെ മോശ ഒരു യാഗപീഠം പണിതു. അവർ വിജയം പ്രാപിച്ചു. ഇസ്രായേൽ ജനം വിജയം പ്രാപിച്ചു. ദൈവം ഇറങ്ങി വന്ന് അവരോട് യുദ്ധം ചെയ്ത് അമാലേക്കിനെ തോൽപ്പിച്ചു. ഇസ്രായേൽ ജനത്തിന് വിടുതൽ നൽകി എന്നാണ് 17-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ആമേ അങ്ങനെ ദൈവത്തിന് മോശ ഒരു യാഗപീഠം പണിത് ആമേ യാഗപീഠത്തിന് നിസി, യഹോവ നിസി എന്നും ആമേ പേരിട്ടു. പ്രൈസ് ദി ലോർഡ്. ആമേ ഏത് ശത്രു നിങ്ങളുടെ ജീവിതത്തിൽ ആമേ പ്രതികൂലമായി എഴുന്നേറ്റ് നിങ്ങൾക്ക് തോന്നുന്നുവോ, ആമേ ദൈവത്തിന് ശത്രുവല്ല പ്രബലനായി തീർന്ന നിങ്ങളുടെ പ്രാർത്ഥന ശോഷിച്ചതാ. ആമേ നിങ്ങളുടെ ആരാധന കുറഞ്ഞു പോയതാ. നിങ്ങളുടെ വചനധ്യാനം കുറഞ്ഞു പോയ രാജ്യത്തിനായി ഒരുക്കം പ്രാപിക്കുന്ന ഒരു സമൂഹം ആമേ ഹല വിശുദ്ധിയോടെ വേർപാടുകൂടെ ദൈവത്തിന്റെ കൃപയോടുകൂടെ കർത്താവിന് വേണ്ടി വേർതിരിക്കപ്പെടുന്ന ഒരു കാലയളവിലാണ് നമ്മൾ കടന്നു വരുന്നത്. ഈ ലോകത്തിലെ എന്തിനും ഏതിനും വേണ്ടി മനുഷ്യൻ ദൈവ സാന്നിധ്യത്തെ വിട്ട് ദൈവത്തിന് സ്തോത്രം ലോത്തിന്റെ ഭാര്യ പോയതുപോലെ പുറകെ ഓടുമ്പോ ആമേ നമുക്ക് ദൈവ സാന്നിധ്യത്തിലേക്കൊന്ന് തിരിഞ്ഞ് ആമേ ദൈവകൃപയിലേക്ക് തിരിഞ്ഞ് ആ ക്രൂശിങ്കിലേക്ക് ഒന്ന് നോക്കി ഒരു യോഗ്യതയുമില്ലാത്ത നമ്മെ തിരഞ്ഞെടുത്ത ആ ദൈവപുത്രന്റെ ത്യാഗത്തെ ഓർത്ത് ആമേ ഈ ലോകത്തിലെ ഒരു മനുഷ്യനും ഇതുപോലെ സ്നേഹിക്കാൻ കഴിയത്തില്ല. നമ്മുടെ പിതാക്കന്മാർ, പപ്പമാർക്കോ അമ്മമാർക്കോ അല്ലെങ്കിൽ നമ്മുടെ സഹോദരങ്ങൾക്കോ ഭർത്താവിനോ ഭാര്യയ്ക്കോ മക്കൾക്കോ ഇതെല്ലാവരും ഉള്ളതാണ് എനിക്ക്. ആമേ ഇവരെല്ലാവരെയും സ്നേഹിക്കുന്നേക്കാൾ എൻ്റെ യേശപ്പച്ചൻ്റെ സ്നേഹം എന്ന് പറയുന്നത് അത് മാറ്റമില്ലാത്ത സ്നേഹമാണ്. ഈ ലോകത്തിലെ സ്നേഹം നമ്മുടെ ഞാനെപ്പോഴും പറയാറുണ്ട്, മരിച്ചടക്കപ്പെടുമ്പോൾ സൂട്ട് കേസ് അല്ലേ, ഒരു വലിയ സൂട്ട് കേസ് നമുക്ക് തരും. ആമേ സൂട്ട് കേസിനകത്ത് അടക്കപ്പെട്ടിട്ട് നമ്മളെ ശവകുടീരത്തിനകത്ത് വയ്ക്കുന്നത് വരെയുള്ള സ്നേഹമേ ഇവർക്ക് മനുഷ്യർക്ക് കാണത്തുള്ളൂ. അത്രേ പറ്റത്തുള്ളൂ. ആമേൻ. ദൈവത്തിന് സ്തോത്രം എന്ന് പറഞ്ഞ് അവരുടെ സ്നേഹം വേണ്ടെന്നല്ല, എല്ലാവരുടെയും സ്നേഹം വേണം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. കർത്താവിൻ്റെ വചനം പറഞ്ഞ് എല്ലാവരെയും സ്നേഹിപ്പാൻ അല്ലേ. അപ്പോൾ സ്നേഹത്തിൻ്റെ ആത്മാവ് നമ്മൾ വസിക്കുന്നതോടൊപ്പം ആമേ ഈ ലോകത്ത് നശിച്ചു പോകുന്ന ഒരു സ്നേഹമല്ല സ്നേഹം. പ്രൈസ് ദി ലോർഡ്. നമുക്ക് വേണ്ടി സ്വർഗാദി സ്വർഗം വിട്ട് ഇറങ്ങി താണ ലോകത്ത് വന്ന് നമുക്ക് വേണ്ടി പങ്കപ്പാടുകൾ ഏറ്റ് ആമേ ദൈവത്തിന് സ്തോത്രം ഓരോ അടി കൊള്ളുമ്പോൾ ആമേ ദൈവത്തിന് സ്തോത്രം തൻ്റെ ശരീരത്തിൽ നിന്ന് മാംസങ്ങൾ അടർത്ത് ദൈവത്തിന് സ്തോത്രം ഹല്ലേലൂയ ആമേ എടുക്കുമ്പോൾ ആമേ കർത്താവ് നമുക്ക് വേണ്ടി സഹിച്ചത് ആ ക്രൂശിൽ അനുഭവിച്ച വേദന ഒന്ന് ധ്യാനിച്ചു നോക്ക് ദൈവമക്കളെ. നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ഏതെങ്കിലും പ്രതികൂലം അതിൻ്റെ ഇട്ടാവട്ടത്തെത്തുന്നുണ്ടോ? ആമേ ഇല്ലെന്നുണ്ടെങ്കിൽ ആമേ ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ പൂർണ്ണത, യേശുവിന്റെ സാന്നിധ്യത്തിന്റെ ശക്തി, പരിശുദ്ധാത്മാവിന്റെ അത്യന്ത ശക്തി ആമേ നമ്മുടെ ഉള്ളിൽ വ്യാപരിക്കുമ്പോൾ ആമേ ദൈവത്തിന് സ്തോത്രം ഇന്ന് കാണുന്ന പ്രതികൂല മണ്ഡലങ്ങളെ തകർക്കുവാൻ ദൈവത്തിന്റെ അഭിഷേകത്താൽ ദൈവം നമ്മളെ പുതുക്കുവാനിടയായി തീരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചിട്ട് വിടുതലില്ലാത്ത ഒരു വിഷയമില്ല എന്ന് നമ്മൾ പഠിച്ചു. ആമേ പ്രാർത്ഥനയിൽ ശക്തിപ്പെടുമ്പോൾ, ആമേ വചനധ്യാനത്തിൽ ശക്തിപ്പെടുമ്പോൾ ദൈവത്തിൻ്റെ മഹത്വത്തിൽ വെളിപ്പെടുവാൻ നമുക്കും സഹായിക്കും. ഹല്ലേലൂയ. ആമേ ഇവിടെ ആയിരിക്കുന്ന ദൈവമക്കളോട് ഞാൻ ചോദിക്കട്ടെ, ഒരു പ്രാവശ്യമെങ്കിലും തിരുവചനം വായിച്ച് തീർന്നവർ എത്ര പേരുണ്ട്?
പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ. അപ്പോൾ യേശുവിലുള്ള വിടുതൽ വേണം. വചനം വായിക്കാൻ സമയം ഇല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആരെയും ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. ഞാൻ കരം വെച്ച് ഞാൻ പ്രവചിക്കാൻ പോകുന്നില്ല. നിങ്ങൾ തന്നെ നിങ്ങളുടെ കുറ്റങ്ങളെ ഏറ്റെടുത്ത് അതിൽ ദൈവത്തിന് കർത്താവേ എനിക്ക് ഇന്ന കുറ്റമുണ്ട്, അതിൽ തികഞ്ഞെനിക്ക് വരണം, എനിക്ക് പ്രാർത്ഥിക്കണം, എനിക്ക് ദൈവശക്തി പ്രാപിക്കണം, ദൈവരാജ്യത്തിന് അവകാശിയായി തീരണമെന്ന് നിങ്ങൾ തന്നെ ദൈവത്തോട് എന്ത് ചെയ്യണം? ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. പ്രാപിക്കണം. ഓരോ ദിവസവും ഇസ്രായേൽ ജനത്തിന് ദൈവം മന്ന കൊടുത്തു. മന്ന, പഴകിയ മന്നയാണ് കൊടുത്തത്. അപ്പോൾ ഈ വചനം, കർത്താവിൻ്റെ വചനം എന്ന് പറയുന്നത് അത് ഓരോ ദിവസവും എന്തായി തീരുകയാണ്? പുതിയ മന്നയായി തീരുകയാണ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഈ വചനം വായിക്കും തോറും ഏത് വചനമായിരുന്നാലും ഒരു വചനം നമ്മുടെ ഉള്ളിൽ ടച്ച് ചെയ്താൽ ദൈവത്തിന് ആ വചനം പിന്നെയും പിന്നെയും ആവർത്തിച്ച് വായിക്കുമ്പോൾ ദൈവ സാന്നിധ്യം അതിലൂടെ വെളിപ്പെടുമെന്നാണ് തിരുവചനം പറയുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ വാഗ്ദത്തം വേണം. ദൈവമക്കളായിരിക്കുന്ന ജീവിതങ്ങൾ, ക്രിസ്ത്യാനികളായിരിക്കുന്നവർക്ക് ദൈവത്തിൻ്റെതായ പ്രമാണം വായിക്കാൻ സമയമില്ല. പ്രൈസ് ദി ലോർഡ്. പിന്നെ ദൈവത്തിൻ്റെ വാഗ്ദത്തം എങ്ങനെ പ്രാപിപ്പാൻ കഴിയും? ഹല്ലേലൂയ. അതിന് വചനധ്യാനത്തിൽ ദൈവത്തിന് ഒന്നാം സ്ഥാനമുള്ളവരായി തീരട്ടെ. ഹല്ലേലൂയ. വായിക്കാൻ അറിയാവുന്ന എല്ലാവരും തിരുവചനം ധ്യാനിപ്പാൻ ദൈവസന്നിധാനത്തിൽ ഞാൻ ഉത്സാഹിപ്പിക്കുക. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. പ്രിയ ദൈവമക്കളെ, ഇസ്രായേൽ ജനത്തിന് മന്ന, പഴകിയ മന്നയല്ല കൊടുത്തത്. ഓരോ ദിവസവും ദൈവം പുതിയ മന്ന കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നമ്മൾ വായിച്ചത് എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം ഞാൻ സകലത്തിന് മതിയായവർ. അപ്പോൾ ഏതെല്ലാം പ്രതികൂലങ്ങൾ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നുവോ, നിങ്ങളുടെ ജീവിതത്തിൽ തടസ്സമായി, പ്രാർത്ഥനയിൽ വന്ന കുറവുകൾ, തടസ്സങ്ങൾ, ആരാധനയിൽ വന്ന തടസ്സങ്ങൾ, വചനധ്യാനത്തിൽ വന്ന തടസ്സങ്ങൾ, ഇതെല്ലാം ഏറ്റുപറഞ്ഞ് ഈ നാലാം യാമത്ത് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടേണ്ടതിനായി ഹല്ലേലൂയ രൂപാന്തരപ്പെടുമ്പോൾ, മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുമ്പോൾ ദൈവം നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന ആ നന്മയിലേക്ക്, വാഗ്ദത്തത്തിലേക്ക് ചെന്നെത്തുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഇവിടെ ദൈവത്തിന് സ്തോത്രം. പ്രിയ ദൈവമക്കളെ, ദൈവശക്തിയാ നിറഞ്ഞ തൻ്റെ ജനത്തിന് വേണ്ടി യഹോവ യുദ്ധം ചെയ്യുകയാണ്. പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ ദൈവത്തിന് സ്തോത്രം. കർത്താവിൻ്റെ ശിഷ്യന്മാരിൽ അകലം വിട്ട് നടന്ന ഒരു ദേവദാസനുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആരാണെന്നറിയാമോ? പ്രൈസ് ദി ലോർഡ്. കർത്താവിനോട് കൂടെ ചേർന്നിരുന്ന ഒരാളുടെ പേര് ഞാൻ പറയാം. യോഹന്നാൻ. അപ്പോസ്തലനായ യോഹന്നാൻ. അപ്പോൾ അകലം വിട്ട് നടന്ന ഒരാളുണ്ടല്ലോ, ദേവദാസൻ പറയട്ടെ, അത് പത്രോസ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. എനിക്ക് ദൈവാത്മാവ് തരുന്നത് ചില ജീവിതങ്ങൾ പത്രോസിനെ പോലെ അകലം വിട്ട് നടക്കുന്ന ഒരു അനുഭവം. ദൈവത്തിന് സ്തോത്രം. അത് മാറി യോഹന്നാനെ പോലെ യേശുവിൻ്റെ മാറോട് ചേർന്ന് അപ്പോസ്തലനെ പോലെ ആയി തീരുവാൻ ഇന്ന് കാലം പരിശുദ്ധാത്മാവ് ആഹ്വാനം ചെയ്യുകയാ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. പത്രോസ് കർത്താവിനെ തള്ളിപ്പറഞ്ഞിട്ട് അകലം വിട്ട് നടക്കുകയാ. ഹല്ലേലൂയ. എന്നാൽ യേശു കർത്താവ് അവനെ ചേർത്ത് പിടിക്കുകയാ. ഹല്ലേലൂയ. തള്ളിപ്പറഞ്ഞവനെയും ഒറ്റുകൊടുത്തവനെയും ഉപദ്രവിച്ചവനെ സ്നേഹിക്കുന്ന ഒരു മഹാസ്നേഹ. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നമ്മളുടെ ഉള്ളിൽ അത് വ്യാപരിക്കുമ്പോൾ ചിലരെ കൂടെ പണിയപ്പെടുവാൻ, ചിലരെ കൂടെ വേർതിരിക്കുവാൻ സർവശക്തനായ ദൈവടയാക്ക്. ഹല്ലേലൂയ. ഈ പത്രോസ് അകലം വിട്ട് നടന്നപ്പോൾ കർത്താവ് ചോദിക്കുകയാണ്, നീ ഇവരിൽ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രാർത്ഥിക്കണമെന്നുണ്ട്, പക്ഷേ പ്രാർത്ഥിക്കാൻ സമയമില്ല. അവർക്ക് എല്ലാം ഈ ലോകത്തിന് വേണ്ടി ഓടുക, പണത്തിന് വേണ്ടി. അല്ലെ, പണം ഉണ്ടെങ്കിലല്ലേ ജീവിക്കാൻ പറ്റത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. എല്ലാം നമുക്ക് ആവശ്യമാണ്. എങ്കിലും ഒന്നാം സ്ഥാനം ദൈവത്തിന് കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. ഈ പത്രോസ് അകലം വിട്ട് നടന്നപ്പോൾ കർത്താവ് ചോദിക്കുക, നീ ഇവരിലധികം എന്നെ സ്നേഹിക്കുന്നു?
അപ്പോൾ പത്രോസ് എന്നാ പറഞ്ഞത്? എനിക്ക് നിന്നോട് പ്രിയമുണ്ടെന്നൊക്കെ പറയാ. ദൈവത്തിന് സ്തോത്രം. നമ്മളെല്ലാവരും പറയുന്ന പോലെ എനിക്ക് കർത്താവിന് ഇഷ്ടമാണ് എന്ന് പറയുക. പക്ഷെ ഓരോ പ്രാവശ്യം പറയുമ്പോഴും പത്രോസ് കർത്താവിനെ തള്ളിപ്പറഞ്ഞ 3 പ്രാവശ്യമില്ലേ, അതിനെ ദൈവത്തിന് സ്തോത്രം അഴിച്ച്, അവൻ്റെ കെട്ടിനെ അഴിച്ച് അവന് വേണ്ടി ദൈവത്തിന് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ തക്കവണ്ണം എൻ്റെ യേശുവിനോട് അടുപ്പിച്ച ആ ക്രൂശിലെ സ്നേഹം. ഹല്ലേലൂയ. ആമേൻ. പ്രിയ ദൈവമക്കളെ, ആമേൻ, പോരായ്മ ഉണ്ടെന്ന് പറഞ്ഞ്, ആമേൻ, കുറവുകൾ ഉണ്ടെന്ന് പറഞ്ഞ് ഒരു മനുഷ്യനെ എൻ്റെ കർത്താവ് അകറ്റി നിർത്തിയില്ല. ആമേൻ, ചേർത്ത് നിർത്താനിടയായി തീർന്നു. ആമേൻ, യേശുവിനോട് പറയുകയാ, ആമേൻ, എനിക്ക് നിന്നോട് പ്രിയമുണ്ടെന്ന് നീ അറിയുന്നല്ലോ എന്ന്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ 3 പ്രാവശ്യം തള്ളി പറഞ്ഞുവെങ്കിൽ 3 പ്രാവശ്യം അവനെ കൊണ്ട് ഏറ്റുപറഞ്ഞ് ആമേൻ യേശുവിനോട് അടുപ്പിച്ച ചരിത്രം നമുക്ക് എല്ലാവർക്കും അറിയാം. പ്രിയ ദൈവമക്കളെ, അങ്ങനെയാണെങ്കിൽ ആമേൻ, നിങ്ങളുടെ കുറവുകളെ ഇന്ന് പകൽക്കാലം ദൈവ മുമ്പാകെ തുറന്നു പറയാമോ? പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം കാണുകയാണ്. പക്ഷേ നിങ്ങളുടെ ജീവിതത്തിലുള്ള കുറവുകൾ ചൂണ്ടിക്കാണിച്ച് ആമേൻ പിശാച് പോകയില്ല. ഹല്ലേലൂയ. ആമേൻ, വിട്ടുപോകത്തില്ല. ദൈവ സാന്നിധ്യം കടന്നു വരുമ്പോൾ ആമേൻ, നിങ്ങൾ ഏകാഗ്രമായ ദൈവ സന്നിധാനത്തിൽ ആമേൻ നിങ്ങളെ തന്നെ ഭരമേൽപ്പിക്കുമ്പോൾ, ആമേൻ, പ്രാർത്ഥനയിൽ, ആരാധനയിൽ, ദൈവകൃപയിൽ, വിശുദ്ധീകരണത്തിൽ, വചനധ്യാനത്തിൽ നിങ്ങളെ തന്നെ ഏൽപ്പിക്കുമ്പോൾ ആമേൻ പിശാച് ലജ്ജിച്ച് അവൻ ഇറങ്ങിപ്പോവാനിടയായി തീരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ, ദൈവത്തിന് സ്തോത്രം. അങ്ങനെ പത്രോസിനെ ആമേൻ കർത്താവ് പണിയപ്പെടുന്ന ഒരു ചരിത്രം നമുക്ക് അവിടെ വായിപ്പാൻ കഴിയും. ഹല്ലേലൂയ. ആമേൻ, കർത്താവ് അവനോട് പറയുകയാ, പത്രോസ് നീ എൻ്റെ അടുത്തേക്ക് വാ എന്ന് പറഞ്ഞ്. ദൈവത്തിന് സ്തോത്രം. നീ എന്തിയാ എൻ്റെ ആടുകളെ മേയ്ക്ക എന്ന് പറഞ്ഞ് ഒരു ചെറിയ ദൗത്യം വലിയ ദൗത്യത്തിലേക്ക് ആ പത്രോസിനെ കൊണ്ടുവന്നെങ്കിൽ, പത്രോസക്കന്മാരായ നമ്മുടെ ജീവിതത്തിൽ അകലം വിട്ട് നടക്കുവന്നത് ഇന്നലെ ഉള്ളത് മതി. ഇന്നു മുതൽ ഈ വചനം കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, യേശു നിന്നെ കുറിച്ച് എന്താഗ്രഹിക്കുന്നുവോ അതേ പ്രകാരം ഗമിക്കുവാൻ യേശുപ്പച്ചൻ എന്നോട് എന്താ പറയുന്നേ, അതുപോലെ കർത്താവിന്റെ നാമത്തിന് വേണ്ടി നിൽക്കുവാൻ, ജീവനെങ്കിൽ ജീവൻ കൊടുത്ത് യേശുവിന് വേണ്ടി നിൽക്കുവാൻ നീ തയ്യാറാകുന്നുവെങ്കിൽ ആമേൻ, നിന്റെ വാഗ്ദത്തം അത് വെളിപ്പെടാനിടയായി തീരും. പ്രൈസ് ദി ലോർഡ്. അവിടെ പത്രോസിനോട് യേശുപ്പച്ചൻ പറയുകയാ, ആമേൻ, ദൈവത്തിന് കുഞ്ഞാടുകളെ മേയ്ക്ക എന്ന് മാത്രമല്ല സ്വർഗത്തിൻ്റെ താക്കോലും കൂടെ കൊടുത്തല്ലേ. ആമേൻ, ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ, സ്വർഗത്തിൻ്റെ താക്കോല് കൊടുത്ത ഏക വ്യക്തി ആരാ? ഈ അകലം വിട്ട് നടന്ന പത്രോസ്. പ്രിയ ദൈവമക്കളെ, നമ്മൾ വിചാരിക്കും ആമേൻ ഞാനും ദേവദാസനും ദാസിയൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, അവർ പ്രാർത്ഥിച്ച് ഞങ്ങൾക്ക് നന്മ തരട്ടെ എന്നല്ലേ. ആമേൻ, ദൈവത്തിന് സ്തോത്രം. ഈ വചനം നിങ്ങളെ കേൾപ്പിക്കുന്നത് ഇനി മുതൽ അകലം വിട്ട് നടക്കാനല്ല, ചേർന്ന് നടക്കാൻ, പരിശുദ്ധാത്മാവിനോട് ചേർന്ന് നടപ്പാൻ, ആമേൻ, ദൈവപുത്രനോട് ചേർന്ന് നടപ്പാൻ. ഹല്ലേലൂയ. ആമേൻ, ദൈവത്തിന് സ്തോത്രം. പ്രിയ ദൈവമക്കളെ, ഈ അപ്പോസ്തലന്റെ മേൽ പ്രാർത്ഥനയുടെ ശക്തിയുടെ വരം ആമേൻ കർത്താവ് കൈമാറുകയാ. ഹല്ലേലൂയ. നമ്മൾ വായിച്ച വചനം, പഠിച്ച വചനം മറന്നു പോകരുത്. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിന് മതിയായ. ഒന്നുകൂടെ പറയാമോ? എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിന് മതിയായവൻ. ഹല്ലേലൂയ. ആമേൻ, ദൈവത്തിന് സ്തോത്രം. ആമേൻ, ദൈവികമായ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ ആമേൻ പ്രാർത്ഥന ഏറ്റവും അത്യാവശ്യമാണ്. ഹല്ലേലൂയ. അപ്പോൾ പത്രോസിന് ആമേൻ താക്കോല് കൊടുത്തപ്പോൾ ആമേൻ, ദൈവത്തിന് സ്തോത്രം, പത്രോസിനെ വേടിക്കുക. ഞാൻ അകലം വിട്ട് നടന്ന ആളല്ലേ, എൻ്റെ മേലാണ് ഈ വലിയ ദൗത്യം ദൈവം ഏൽപ്പിച്ചത്. പ്രൈസ് ദി ലോർഡ്. ആമേൻ, ഹല്ലേലൂയ. ആമേൻ, താക്കോൽ എന്ന പദത്തിന് ആമേൻ അർത്ഥമുണ്ട്. ദൈവത്തിന് സ്തോത്രം. അവിടെ നമ്മൾ വചനത്തിൽ വായിക്കുന്നത് സ്വർഗം തുറക്കുന്ന സ്വർഗം തുറക്കുന്ന ആമേ താക്കോലാണ് പ്രാർത്ഥന. നമ്മൾ വചനമൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ. ആമേ, ദൈവത്തിന് സ്തോത്രം. എന്നാൽ ആമേ അവിടെ വചനം മത്തായി സുവിശേഷം 16-ാം അധ്യായം 18-19 വാക്യം ഒരാൾക്ക് വായിക്കാം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.
ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല. ഹല്ലേലൂയ. ആമേ. പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ പൈതന്റെ മുമ്പാകെ ഒരു പാതാള ഗോപുരവും ജയിക്കത്തില്ല. ഹല്ലേലൂയ. ആമേ. ഒരു അന്യശക്തി ജയിക്കയില്ല എന്ന്, ഒരു ദേശാന്തര ശക്തിയും ജയിക്കയില്ല എന്ന്. ആമേ. പ്രാർത്ഥിക്കുന്നതിൻ്റെ മേൽ ദൈവത്തിന്റെ അഭിഷേകത്താൽ ദൈവം നിറയ്ക്കുന്നതോടൊപ്പം ആമേ ദൈവത്തിന്റെ അധികാരമോ ആമേ അവന്റെ മേൽ ദൈവം പകരുകയാ. ഹല്ലേലൂയ. ആമേ. ദൈവികമായ താക്കോൽ ദൈവിക നിയന്ത്രണത്തെയും ആമേ ദൈവിക ശക്തിയെയും ആമേ ദൈവത്തിന്റെ അധികാരത്തെയും കുറിക്കുന്ന ചിഹ്നമാണ് ഈ താക്കോൽ. പ്രൈസ് ദി ലോർഡ്. ഈ പ്രാർത്ഥന എന്ന താക്കോല് ആമേ സ്വർഗത്തെ നിയന്ത്രിപ്പാൻ കഴിയും. ആമേ ദൈവശക്തിയെ ആമേ നമ്മുടേതായ പ്രാർത്ഥനാ വിഷയത്തിൽ ഭൂമിയിലേക്ക് കൊണ്ടുവരാൻ കഴിയും. ആമേ ദൈവത്തിന്റെ അധികാരം ഭൂമിയിൽ വെളിപ്പെടുത്തുവാൻ ആമേൻ ഹല്ലേലൂയ കഴിയുമെന്ന് ഈ പ്രാർത്ഥനയിലൂടെ, ഈ പ്രാർത്ഥനാലയത്തിൽ ആമേ ഞാൻ എൻ്റെ സഭയെ പണിയ ആമേ പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ലെന്ന് പറഞ്ഞ ആമേ കർത്താവിന്റെ വാക്ക് ആമേ വചന ഈ സഭയിൽ വെളിപ്പെടുവാൻ ആമേ സമയമായെന്ന് വിളിച്ചു പറയട്ടെ. ഹല്ലേലൂയ. ദൈവത്തിന്റെ അധികാരം പ്രാപിച്ച തന്റെ ജന ആമേ പ്രാർത്ഥനയിൽ തളർന്നു പോകരുത്, ക്ഷീണിച്ചു പോകരുത്, ശക്തരായി തീരണം. ആമേ നിങ്ങൾ പ്രാർത്ഥിക്കുന്തോറും പ്രതികൂലം വരുന്നെങ്കിൽ മനസ്സിലാക്കണം ആമേ ശത്രു വെല്ലുവിളിക്കുക. ഹല്ലേലൂയ. നമ്മൾ പഠിച്ചു അമാലേക്ക് ഇസ്രായേൽ ജനത്തോട് പോരാടിയപ്പോൾ ദൈവം അവരോട് യുദ്ധം ചെയ്ത് ഇസ്രായേൽ ജനത്തിന് വിടുതൽ കൊടുത്തെന്ന്. എങ്ങനെയെങ്കിലും നിങ്ങൾ ഭാരപ്പെട്ടു പോകേണ്ട, നിങ്ങൾ വീണ്ടും പ്രാർത്ഥനയിൽ ആരാധനയിൽ ആമേ ശക്തിപ്പെട്ട ആമേ ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരിക മാത്രമല്ല, സ്വർഗം തുറക്കുന്ന ഒരു പ്രാർത്ഥനയുടെ അനുഭവം ദൈവം നമുക്ക് തരുവടയായി തീരും. ഹല്ലേലൂയ. ആമേ. പത്രോസിനോട് പറയുന്നു, നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും. പ്രേസ്. ദൈവം ശക്തി കൊടുത്ത ഒരുവൻ ആരെയും പ്രാർത്ഥിച്ചാൽ കിട്ടത്തില്ല. ആമേ ദൈവം ശക്തി കൊടുത്ത പത്രോസിന് ദൈവം അധികാരത്തിൻ്റെയും ദൈവിക നിയന്ത്രണത്തിൻ്റെയും സ്വർഗീയ ശക്തിയുടെയും ആമേ ഹല്ലേലൂയ താക്കോല കൈമാറിയത്. പ്രൈസ് ദി ലോർഡ്. ആമേ. അങ്ങനെയെങ്കിൽ അതേ വാഗ്ദത്തം ദൈവം നമുക്ക് ഓരോരുത്തർക്ക് എങ്ങനെ പ്രാർത്ഥനയിൽ ദൈവപ്രസാദം വേണം, ആരാധനയിൽ ദൈവപ്രസാദം വേണം, വചനധ്യാനത്തിൽ ദൈവപ്രസാദം വേണം, ആമേ നമ്മുടെ ജീവിതത്തിൽ ദൈവപ്രസാദം വേണം. ആമേ. ഇങ്ങനെ ദൈവികമായ പ്രസാദത്തോടുകൂടെ മനസ്സ് പുതുക്കി രൂപാന്തരം പ്രാപിച്ച തൻ്റെ ജനം പ്രാർത്ഥിക്കുമ്പോൾ ആമേ ദൈവത്തിന് സ്തോത്രം. പത്രോസിന് കൊടുത്തതുപോലെ ആ വാഗ്ദത്തങ്ങൾ നമ്മുടെ ജീവിതത്തിലും ദൈവം വെളിപ്പെടുത്തും. ആമേ. എന്നാ പറഞ്ഞത് പത്രോസിനോട്? ആമേ നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിലും കെട്ടപ്പെടും. നീ ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിയപ്പെട്ടിരിക്കും. പ്രൈസ് ദി ലോർഡ്. കണ്ടോ, ദൈവ സാന്നിധ്യവും ദൈവശക്തിയും നമ്മുടെ ജീവിതത്തിൽ വന്ന നമ്മൾ ഒരുമിച്ചൊരു സ്തോത്രം പറഞ്ഞാൽ ആമേ ദൈവ മഹത്വം ആ പട്ടണത്തിൽ വെളിപ്പെടാനിടയായിത്തീരും. ഹല്ലേലൂയ. ആമേ. സ്വർഗം തുറക്കുവാൻ ആമേ നീ ഭൂമിയിലായിരിക്കുന്ന സമയത്ത്, നാം ഭൂമിയിലായിരിക്കുന്ന സമയത്ത് ആമേ സ്വർഗം തുറക്കാൻ അധികാരം ലഭിച്ച ആമേ ഹല്ലേലൂയ മനുഷ്യകുലം എന്ന് പറയുവാൻ ആമേ ദൈവമക്കൾ, പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾക്ക് മാത്രമേ ആമേ കഴിയത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. അവർ പ്രാർത്ഥിച്ചാൽ വിടുതലുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഏത് വിഷയത്തിന്മേൽ പ്രാർത്ഥിച്ചാൽ ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തി വെളിപ്പെടും. നീ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും ആമേൻ അഴിയപ്പെടും. സ്വർഗീയ അധികാരം ലഭിച്ചവർ ആമേൻ പ്രാർത്ഥിച്ചാൽ സ്വർഗം തുറക്കപ്പെടും, പൈശാചിക ശക്തികൾ അഴിയപ്പെടും. നിന്റെ മുമ്പിൽ ഇന്ന് പകൽക്കാലം നിൽക്കുന്ന സകല അന്ധകാര പൈശാചികം നോക്കി ആമേ ഇന്ന് പകൽക്കാലം കൽപ്പിക്കുകയാണ് യേശുവിന്റെ നാമത്തിൽ. ആമേ. ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന, ദൈവത്തെ ആരാധിക്കുന്ന, ദൈവപ്രസാദമുള്ള ഒരു ജീവിതത്തോട് പിശാചേ നിനക്ക് അവകാശമില്ല. യേശുവിന്റെ നാമത്തിൽ. ധീര
ശബനവധിര ധിര ധിര ബലവരവ ശംധനരഗദിനരഗദ വിഭവരധിനരധനധരദസ്. Praise the Lord. Praise the Lord. ഈ അധികാരം പ്രാപിച്ച നിങ്ങൾ ആഗ്രഹിക്കുന്ന പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളുടെ മേൽ സ്വർഗം മറുപടി തരാനിടയായി തീരും. ഒരു അന്യാരാധന ശക്തിയോ ഒരു അന്യ ശക്തികളോ അതിനെ ദൈവത്തിന് പിടിച്ചടക്കാൻ ദൈവം അനുവദിക്കത്തില്ല. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിന് സ്തോത്രം. ദൈവ സാന്നിധ്യവും ദൈവശക്തിയും നൽകി തന്നാൽ അത് പ്രാപിപ്പാൻ നമ്മൾ യോഗ്യരാണെങ്കിൽ നമുക്ക് വാഗ്ദത്തവും ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം. ആമേ ഒത്തിരി വർഷങ്ങൾക്ക് മുൻപേ പഴയ ചക്കട ഏജി ചർച്ചിലായിരിക്കുമ്പോൾ ആമേ കുറച്ച് വിശ്വാസികളെ അന്നുണ്ടായിരുന്നുള്ളൂ. തുലവും. ദൈവത്തിന് സ്തോത്രം. ആമേ 10, 12, 20 പേരിനകത്തെ ഞങ്ങളവിടെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ പ്രാർത്ഥിക്കുന്ന ഒരു ജനങ്ങളായിരുന്നു അവിടെ. പ്രാർത്ഥിച്ച് ദൈവത്തെ ആരാധിക്കുന്ന മക്കൾ. ഞങ്ങളുടെ സുവിശേഷ വേലയുടെ പ്രാരംഭഘട്ടത്തിൽ ഞങ്ങൾ അവിടെ ആയിരുന്നു. വിരോധമായി എഴുന്നേറ്റാൽ അതിൻ്റെ മധ്യത്തിൽ നിന്റെ പ്രാർത്ഥനയുടെ ശക്തി മുഴുകളിൽ നിൽക്കുകയാണ്. എല്ലാ അന്യശക്തികളെയും തകർത്ത് ആമേൻ നമ്മുടെ ജീവിതത്തിൽ വൻ കാര്യങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവം നമുക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കും. ഹല്ലേലൂയ. കാരണം നമ്മുടെ കർത്താവ് ജയിച്ചവനാണ്. ഹല്ലേലൂയ. ആ 21 ദിവസത്തെ ആരാധനയ്ക്ക് ശേഷം ദൈവ ആത്മാക്കളെ കൂട്ടുവാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. ആമേൻ. പൈശാചിക ബാധകളേറ്റ് കടന്നു വന്ന അനേക ജീവിതങ്ങളെ പ്രാർത്ഥനയിൽ ദൈവം സൗഖ്യമാക്കി. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ദൈവജനം ആരാധിക്കുവാനും പ്രാർത്ഥിപ്പാനും ആമേൻ ദൈവത്തിന് വേണ്ടി നിൽക്കുവാനും തയ്യാറായപ്പോൾ ആമേൻ ദൈവത്തിന് ഒരു സൈന്യമായി അവർ ആത്മീയമായ ബലം ധരിച്ചപ്പോൾ അവിടെ അത്ഭുതങ്ങൾ വെളിപ്പെടാൻ തുടങ്ങി. പ്രിയ ദൈവമക്കളെ, ഞങ്ങൾ ആൾ ചുരുക്കമാണെന്ന് പറഞ്ഞ് ഹല്ലേലൂയ ഞങ്ങൾ ചുരുക്കം പേരെ ഉള്ളൂ എന്ന് പറഞ്ഞ് ദൈവ പ്രവൃത്തിയെ കുറഞ്ഞതായി കാണരുത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ശക്തരായി തീരണം. എന്റെ ദൈവത്താൽ ആമേൻ ശക്തരായി തീരണം. ആമേൻ. ദാവീദ് വിളിച്ചു പറഞ്ഞു, ഞാൻ ദൈവത്താൽ മതിൽ, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. പ്രൈസ് ദി ലോർഡ്. ഏത് പ്രതികൂലമായി നിങ്ങൾക്ക് വേണ്ടിയേ ശത്രു ഏത് കെണിയാ നിങ്ങൾക്ക് ഒരുക്കിയത്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എൻ്റെ ദൈവത്തെക്കാൾ വലിയതൊന്നുമില്ല. ഒന്നാം സ്ഥാനം നാം ദൈവത്തിന് കൊടുക്കുമ്പോൾ ദൈവത്തിൻ്റെ മഹത്വം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. തുടർന്നുള്ള നാള് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ കുടുംബത്തിൽ ആമേ ഓരോ അത്ഭുത സാക്ഷ്യമായി ആമേ ആലയത്തിൽ വെളിപ്പെടുവാൻ ആമേ ആലയത്തിൽ വരുവാൻ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ആമേ അത്ഭുതം പ്രവർത്തിപ്പാനിടയായിട്ട്. പ്രൈസ് ദി ലോർഡ്. ഈ ജീവനുള്ള ദൈവത്തെ ആരാധിക്കുന്നത് വെറുതെയല്ല. ആമേ. ഹല്ലേലൂയ. റോമർക്കെഴുതിയ ലേഖനത്തിൽ കർത്താവ് പൗലോസ് ഇപ്രകാരം പറയുന്നു, ആമേ നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി ആമേൻ ഹല്ലേലൂയ ആമേ ദൈവത്തിന് പ്രസാദമായ യാഗമായി സമർപ്പിപ്പി. ഒന്നുകൂടെ പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ പറയുന്നത് പറയട്ടെ. ആമേൻ. ഞാൻ എൻ്റെ ഇഷ്ടത്തിനല്ല ആരാധിക്കേണ്ടത്, ഞാൻ സ്വർഗീയ ഇഷ്ടത്തിനൊത്തവണ്ണം ആരാധിക്കണം. ആമേ. ഒന്നുകൂടെ പറയട്ടെ, ഞാൻ വചനം വായിക്കുന്നത് എൻ്റെ ഇഷ്ടത്തിനല്ല, ആമേ ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം വായിക്കണം. ഞാൻ പ്രാർത്ഥിക്കുന്ന എൻ്റെ ഇഷ്ടത്തിനല്ല, ഒത്തവണ്ണമല്ല, ആമേ ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് ഒത്തവണ്ണം വായിക്കുമ്പോൾ ആമേ ദൈവപ്രസാദം നമ്മളിലേക്ക് കടന്നു വരും. ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവ് എന്നോടാ സംസാരിച്ചെന്ന് ആർക്കൊക്കെ ദൈവത്തിന് സ്തോത്രം മാനസികമായി ആമേ നിങ്ങൾക്ക് തോന്നുന്നുണ്ട്? പ്രൈസ് ദി ലോർഡ്. അവർ ഏൽപ്പിച്ചു കൊടുത്താട്ട് ആമേ ഒരു പുതിയ അത്ഭുതം നിങ്ങളുടെ ഭവനത്തിന്മേൽ ദൈവം വെളിപ്പെടുത്തുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ സാക്ഷ്യമായി എഴുന്നേൽക്കുക. ഹല്ലേലൂയ. ഒരു യോദ്ധാവായി എഴുന്നേൽക്കുക. പരിശുദ്ധാത്മാവേ നിന്നെ ശക്തീകരിക്കുന്ന ദൈവം. ഹല്ലേലൂയ. 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 ആദിമ നൂറ്റാണ്ട് ആമേ ദൈവത്തിന് 120 പേർ കർത്താവിന്റെ
കർത്താവിന്റെ സ്വർഗാരോഹണ ശേഷം അവർ ഒരുമിച്ച് കൂടിയിരുന്ന് പ്രാർത്ഥിപ്പാനിടയായിത്തീരുന്നു. അവിടെയും ഒരു പ്രാർത്ഥന വെളിപ്പെടുന്നുണ്ട്. ആമേ, ദൈവത്തിന് സ്തോത്രം. ഞാൻ ഇങ്ങനെ വചനം പഠിച്ചപ്പോൾ ദൈവത്തിന് സ്തോത്രം, അവർ കൂടിയിരുന്ന സമയത്ത് അവർ സങ്കീർത്തന പുസ്തകങ്ങൾ, ഹല്ലേലൂയ, പഴയ നിയമ വേദഭാഗങ്ങൾ ഒക്കെയും പറഞ്ഞ് ദൈവത്തെ ആരാധിക്കുക, ദൈവത്തെ സ്തുതിക്കുക. അവർ സ്തുതിച്ചു കൊണ്ടിരുന്നപ്പോൾ അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുന്നു, പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ അവർ കൂടിയിരുന്ന, ആമേ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒന്നുകൂടെ പറയട്ടെ, അവർ കൂടിയിരുന്ന, പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. അപ്പോൾ ദൈവജനം കൂടി വരുന്ന സ്ഥാനത്ത് ദൈവ സാന്നിധ്യം ഇറങ്ങി വരുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് പലപ്പോഴും കൂട്ടായ്മയിലേക്ക് ജനത്തെ പിശാച് വിടാത്തത്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥാനത്ത് ഒരു വലിയ മുഴക്കമുണ്ടായി. അപ്പോൾ പ്രാർത്ഥിക്കുന്നിടത്ത് മുഴക്കമുണ്ടാകും. നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരായുധവും ഫലിക്കയില്ല. കരങ്ങൾ തട്ടി ദൈവത്തെ സ്തുതിച്ചാട്ടെ. പ്രാർത്ഥിക്കുന്ന, ആരാധിക്കുന്ന, ഉപവസിക്കുന്ന തന്റെ ഭക്തരെ നോക്കി കർത്താവ് വിളിച്ചു പറയുകയാ, നിനക്കുണ്ടാക്കുന്ന യാതൊരായുധവും ഫലിക്കയില്ല. അപ്പൊ പ്രവചന ദൂത് 1, പിശാച് ഉണ്ടാക്കിയ ഒരു ആയുധവും ഫലിക്കയില്ല എന്ന്. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിന് സ്തോത്രം. നമ്മൾ പിശാചിനെ കുറിച്ച് ഇനി ചിന്തിക്കേ വേണ്ട. ആത്മസാന്നിധ്യവും ദൈവകൃപയും ദൈവത്തിൻ്റെ അഭിഷേകവും കർത്താവിൻ്റെ വരവിനായും കർത്താവിൻ്റെ ഇഷ്ടത്തിനായും ഒന്ന് ചലിക്കുവാൻ നിങ്ങളെ ഏൽപ്പിച്ചുകൊണ്ട് ഹല്ലേലൂയ. പൈശാചിക തന്ത്രങ്ങൾ, അവൻ്റെ ആയുധങ്ങൾ കർത്താവ് കാൽവറിയിൽ വെച്ച് തോൽപ്പിച്ചതാണ്. ഇന്ന് ചില ജീവിതങ്ങളുടെ ദൈവത്തിന്റെ അഭിഷേകം വെളിപ്പെടുന്നുണ്ട്. വിടുതലില്ല എന്ന് പറയുന്ന, ചൈതന്യമില്ല എന്ന് പറയുന്ന അസാധ്യ മണ്ഡലങ്ങളുടെ മേൽ ആയുധം വെച്ച് പോരാടി നിൽക്കുന്ന ആ പൈശാചിക മണ്ഡല ഇന്ന് പൽക്കാലം അഴിഞ്ഞു മാറുകയാ. ശത്രു ആയുധം വെച്ച് പിന്മാറുകയാണെന്ന്. Praise the Lord. Hallelujah. Hallelujah. പിശാചിന്റെ തന്ത്രങ്ങളെ എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധങ്ങൾ എടുക്കുന്ന ഒരു ദൈവ പൈതലിനെ തോൽപ്പിക്കാൻ ഒരന്യ ശക്തിക്കും കഴിയത്തില്ല. Praise the Lord. നിങ്ങൾ എഴുതിയിട്ടോളൂ, ഡയറിയിലോ ബുക്കിലോ ബേക്കിൽ ഒരു പേപ്പറിലെങ്കിലും എഴുതിയിട്ടോളൂ. നിനക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന ഒരായുധവും ഫലിക്കയില്ല. നിങ്ങളോടുള്ള ദൈവത്തിൻ്റെ പരിശുദ്ധാവിൻ്റെ ആലോചനയാണ്. എല്ലാ തലകളിലും കൈവച്ച് പറ, അവരവരുടെ ശിരസ്സുമേ നിങ്ങളുടെ കരം വെച്ചിട്ട് പറ, ഹല്ലേലൂയ, എനിക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന പിശാചേ ഒരായുധവും ഫലിക്കയില്ല. അപ്പോൾ ഇണങ്ങിയ ആയുധങ്ങളായി നമ്മൾ ചേർക്കുമ്പോൾ ദൈവം നമുക്ക് 2ാമത്തെ ആലോചന അങ്ങോട്ട് തരിക. അത് ഉപവസിച്ച് പ്രാർത്ഥിച്ച് ദൈവകൃപയിൽ വിശുദ്ധിയും വേർപാടിൽ നിൽക്കുന്ന ജീവിതത്തോട് കർത്താവിൻ്റെ വചനം പറയുക. യെശയ്യാവിൻ്റെ പുസ്തകത്തിൽ തന്നെ, ഞാൻ നിന്നെ മെതിവണ്ടിയാക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ നിന്നെ നിങ്ങൾക്ക് മെതിവണ്ടിയാകണമോ?
കർത്താവിൻ്റെ ഇണങ്ങിയ ആയുധമായി തീരണമെങ്കിൽ സാധാരണ ദൈവത്തിന് സ്തോത്രം കർത്താവിൻ്റെ വചനത്തിൽ പറയുന്നത്, കർത്താവ് എനിക്കൊന്ന് പ്രാർത്ഥിച്ച് ജയമെടുക്കണം, പ്രാർത്ഥിച്ച് ജയമെടുക്കണം, എനിക്കൊന്ന് ആരാധിച്ച് ജയമെടുക്കണം, എനിക്ക് വചനം ധ്യാനിച്ച് ജയമെടുക്കണം, എനിക്ക് ഉപവസിച്ച് ജയമെടുക്കണമെന്ന് ആവശ്യത്തോടെ ആഗ്രഹത്തോടു കൂടെ പറഞ്ഞു വന്ന തൻ്റെ ഭക്തനെ നോക്കി ദൈവം പറഞ്ഞത്, നിനക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന ഒരായുധവും ഫലിക്കയില്ല എന്ന് മാത്രമല്ല, നിന്നെ ഒരു മെതിവണ്ടിയാക്കി. ഹല്ലേലൂയ, ഹല്ലേലൂയ. മെതിവണ്ടിയുടെ അർത്ഥം എന്താണ്? പ്രൈസ് ദി ലോർഡ്. ഈ JCB ഇല്ലേ, JCB, വഴി ഇല്ലാത്തടത്ത് ഇത് വഴി വെട്ടും, മുഖാന്തരമില്ലാത്തടത്ത് മുഖാന്തരമായി തീരും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇല്ലതിനെ ഉളവാക്കുവാൻ ദൈവത്തിൻ്റെ വാക്ക് ശബ്ദം വെളിപ്പെട്ടതുപോലെ അഭിഷേകമുള്ള അഭിഷിക്തരായ ദൈവജനത്തോട് ഈ വചനം ഏറ്റെടുത്ത പ്രിയ മക്കളോട് ഞാൻ വിളിച്ചു പറയട്ടെ, ഇന്നലെ വരെയുള്ള വ്യക്തിയായിട്ടല്ല ഇന്ന് പകൽക്കാലം യാലയം വിട്ട് നീ കടന്നു പോകുന്നത്. വാഗ്ദത്തം ചുമക്കുന്ന ദൈവഭൃത്യനായി നിന്നെ ദൈവം തിരഞ്ഞെടുത്തിരിക്കുകയാണ്. വെറുതെ അല്ല പിശാച് നിന്നെ ഒറ്റപ്പെടുത്തിയതെന്ന് മനസ്സിലാക്ക്. വെറുതെ അല്ല നിന്നെ വേദനിപ്പിച്ചതെന്ന് നീ മനസ്സിലാക്ക്. നിന്റെ മേൽ ദൈവത്തിൻ്റെ അഭിഷേകമുള്ളതെന്ന് കണ്ടിട്ട് നിൻ്റെതായ വാഗ്ദത്തത്തെ നഷ്ടപ്പെടുത്താ, നിൻ്റെതായ ദൈവസ്നേഹത്തെ, ദൈവത്തോടുള്ള കൂട്ടായ്മയെ നഷ്ടപ്പെടുത്താ, നിന്നെ ഒറ്റപ്പെടുത്തുമ്പോൾ നിന്റെ മുമ്പിലുള്ള വാഗ്ദത്തം പിശാച് ജയിപ്പാനുള്ളവനല്ല, അവൻ തോറ്റവനാണ്. യേശുവിന്റെ നാമത്തിൽ അവൻ ജയമെടുക്കുക നിന്നെ പ്രാപ്തനാക്കി ദൈവം തീർക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിൻ്റെ സന്നിധാനത്തിൽ ഇണങ്ങിയ ആയുധമായി ഭരമേൽപ്പിക്കുമ്പോൾ എൻ്റെ ദൈവം അങ്ങ് ഉപയോഗിച്ചു കൊള്ളും. പ്രൈസ് ദി ലോർഡ്. ദൈവ സാന്നിധ്യത്തിൻ്റെ ഉടമകളായി തീരുമ്പോൾ പ്രതികൂലങ്ങൾ കടന്നു വരാം, പോരാട്ടങ്ങൾ കടന്നു വരാം, അവയിൽ നിന്നെല്ലാം എൻ്റെ ദൈവം വിടുവിക്കുമെന്ന് നമ്മൾ പഠിച്ചു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എൻ്റെയും ജീവിതത്തിൽ ദൈവത്തിന് സ്തോത്രം വലിയൊരു ആപത്ത് കടന്നു വരുവാനായിട്ടിടയായി തീർന്നു. ഒരു അപകടം. ലോറി ഞങ്ങളുടെ ബൈക്കിൽ വന്നടിച്ചു. ദൈവത്തിന് സ്തോത്രം. ഞാൻ ലോറിക്കടിയിലായി. പാസ്റ്റർക്ക് ചെറിയ ബുദ്ധിമുട്ടൊക്കെ വന്നു. എനിക്ക് ബോധമൊന്നുമില്ലായിരുന്നു. എന്നെ ഹോസ്പിറ്റലിലോട്ട് എടുത്തുകൊണ്ട് പോയി. വെന്റിലേറ്ററിൽ കിടക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം എനിക്ക് തലയൊക്കെ പൊട്ടി, നട്ടലെല്ലാം ചതഞ്ഞു പോയി. പ്രൈസ് ദി ലോർഡ്. ദൈവം കുറച്ച് കാര്യങ്ങളൊക്കെ വൈദ്യം അനന്തപുരി ഹോസ്പിറ്റലാണ്. കുറച്ചൊക്കെ ചെയ്തു. പക്ഷേ പാസ്റ്ററിനോട് പറഞ്ഞ് നമുക്ക് വീട്ടിൽ പോകാം. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ എനിക്കറിയാം ഞാൻ മരിച്ചു പോകുമെന്നാണ് എൻ്റെ ഹൃദയം പറഞ്ഞുകൊണ്ടിരുന്നത്. എങ്കിലും എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ പറഞ്ഞുകൊണ്ടിരുന്നു, ദൈവത്തിന് ഇനിയും പ്രയോജനം ഉണ്ടെങ്കിൽ ദൈവം ആയുസ്സ് തരും. പ്രൈസ് ദി ലോർഡ്. ഈ ഒരു പ്രതികൂലം അല്ല എന്ന് ദേശത്ത് വെളിപ്പെടുത്തും. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. ഞാൻ വിശ്വസിച്ചു, കർത്താവ് വിശ്വസിച്ചു. ഞാൻ വിഴിഞ്ഞം ചർച്ചിൽ അപ്പോഴിരിക്കുന്ന വിഴിഞ്ഞം മേജി ചർച്ചിൽ ഏകദേശം 10 വർഷത്തോളം ഞങ്ങൾ ആ ദേശത്ത് പട്ടണത്തിലുണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. അവിടെ ഞങ്ങളിങ്ങനെ ആയിരിക്കുമ്പോൾ എല്ലാ സഹോദരിമാരുടെ പ്രാർത്ഥന ഞാനാണ് ലീഡ് ചെയ്തുകൊണ്ടിരുന്നത്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഒരു ദിവസം ഇങ്ങനെ ആരാധിച്ചു കൊണ്ടിരുന്നു. ആരാധന കഴിഞ്ഞ് പിറ്റേ ആഴ്ചയപ്പോൾ എനിക്കത് പ്രാർത്ഥന വയ്ക്കുവാൻ കഴിഞ്ഞില്ല, ഹോസ്പിറ്റലിലായിപ്പോയി. പക്ഷേ എൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്തെന്ന് ഓർക്കണമോ? ദൈവത്തിന് സ്തോത്രം. നട്ടൽ ഓപ്പറേഷൻ ചെയ്യണം, തലയ്ക്ക് 22 സ്റ്റിച്ചുണ്ട്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ എനിക്ക് എഴുന്നേൽക്കാൻ കഴിയാതെ ഞാൻ ഭവനത്തിലായിരുന്നു. ഏകദേശം 3 മാസം വരെ ഞങ്ങൾ ഭവനത്തിലായിരുന്നു. അങ്ങനെ ഭവനത്തിലായിരിക്കും ദേവദാസിനോട് ഞാൻ പറഞ്ഞു, ഇങ്ങനെ ആയിരുന്നാൽ വിസിറ്റിങ്ങിനൊന്നും പോകാൻ കഴിയത്തില്ല. പാസ്റ്റർ ഒരു കാര്യം ചെയ്യും, മക്കളെ സ്കൂളിൽ വിട്ടിട്ട് ഞാനിവിടെ കിടന്നോളാം, നിങ്ങൾ വിസിറ്റിങ്ങിന് കുടുംബങ്ങൾ കടന്നു പോകാൻ വേണ്ടി പാസ്റ്ററെ പറഞ്ഞു വിടുവാനിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിൻ്റെ സന്നിധാനത്ത് പ്രാർത്ഥിച്ചു, കർത്താവേ ദൈവ തിരിഹിതമാണെങ്കിൽ അങ്ങ് ദൈവത്തെ എൻ്റെ വേല തികഞ്ഞുവെങ്കിൽ ദൈവം എന്നെ എടുത്തുകൊള്ളണം. എൻ്റെ ഭർത്താവിനെയോ മക്കളെയിട്ടോ ഒന്നും ബുദ്ധിമുട്ടിക്കരുതേ. ദൈവസഭ വിശ്വാസികളെ ഒന്നിട്ട് ബുദ്ധിമുട്ടിക്കരുത്.
പൊട്ടിക്കരുതേ എന്ന് ഞാൻ പ്രാർത്ഥിപ്പാടയായിത്തീർന്നു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ദൈവത്തിന് സ്തോത്രം. അതിന് ആ തൊട്ട് മുമ്പേ ദൈവത്തിന് സ്തോത്രം ഒരു സഹോദരി, ഞാനും സഹോദരിമാരെ കൊണ്ട് വചനം പ്രസംഗിപ്പിക്കുക ഒരു പതിവുണ്ട്. സങ്കീർത്തനം പറയുക, വചനം പ്രസംഗിപ്പിക്കുക. ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെ അവരെയും കൂടെ വളർത്തിക്കൊണ്ടിരുന്ന ഒരു അനുഭവം എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ് ഉണ്ട്. അങ്ങനെ ദൈവത്തിന് സ്തോത്രം. അവർ പ്രസംഗിച്ചപ്പോൾ ഈ വചനമാണ് എടുത്തു പറഞ്ഞത്. അന്ന് ഞങ്ങൾക്ക് കിട്ടിയ വചനം, ഞാൻ നിന്നെ മെതിവണ്ടിയാക്കി തീർക്കും. പ്രൈസ് ദി ലോർഡ്. ഈ വചനം ലഭിച്ചത് എനിക്ക് കിട്ടിയത് എന്താ? ആക്സിഡൻറ്റാണ്. പ്രൈസ് ദി ലോർഡ്. മരിച്ചു പോകും എന്ന് വിചാരിച്ച് കിടക്കുക ഞാൻ. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഞങ്ങൾ ഏറ്റെടുത്ത വാഗ്ദത്തം എന്താണ്? മെതിവണ്ടിയാക്കി തീർക്കും. പ്രൈസ് ദി ലോർഡ്. 10 പേരുടെ മുമ്പിൽ എഴുന്നേറ്റുന്ന സ്തോത്രവും സാക്ഷ്യവും പറയുവാൻ ശ്രീ ലജ്ജാശീലമൊക്കെ ഉണ്ടായിരുന്ന വ്യക്തിയാണ് ഞാൻ. ഭാഷ ഭാര്യയാണെങ്കിൽ ഏറ്റവും അറ്റത്തൊക്കെ ചെന്നങ്ങ് ഇരുന്ന് കളയും. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയുള്ളൊരു വ്യക്തിയെ ഇത്രത്തോളം ധൈര്യത്തോടെ ദൈവവചനം പറയുവാൻ എന്നെ ശക്തയാക്കി തീർത്തത് ആ വചനത്തിൻ്റെ അഭിഷേകമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഞാനിങ്ങനെ ദൈവസന്നിധാനത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് എൻ്റെ അകക്കണ്ണുകളും പുറം കണ്ണിന് എല്ലാ ആത്മീയ കണ്ണിനെ അങ്ങ് ദൈവം തുറന്നു. വലിയൊരു ദർശനം ദൈവം എൻ്റെ മുമ്പാകെ തന്നു. ദൈവത്തിന് ഈ ആകാശം ഇങ്ങനെ അങ്ങ് മാറിപ്പോകുന്ന ഒരു അനുഭവം. അപ്പോൾ ദൈവാത്മാവ് എന്നോട് പറയുകയാ, ഒരു ദൈവശബ്ദം എൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാ, നീ കരങ്ങൾ തട്ടി ദൈവത്തെ സ്തുതിക്ക്. നീ എപ്രകാരം ദൈവത്തെ സ്തുതിച്ചു വന്നുവോ അതുപോലെ നീ കരങ്ങളെ തട്ടി ദൈവത്തെ സ്തുതിപ്പാൻ. ഇന്ന് പിശാച് പലരോടും പറയുന്നത് നീ കൈതട്ടി ആരാധിക്കരുതേ. ഹല്ലേലൂയ. കാരണം ആരോഗ്യം ഇല്ല, നീ ക്ഷീണിച്ചു പോവുക. എന്നാൽ പരിശുദ്ധാത്മാവ് എനിക്ക് തന്നത് എൻ്റെ സാക്ഷ്യം ഞാൻ നിങ്ങളോട് പറയട്ടെ. പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ പറഞ്ഞു, നീ കരങ്ങൾ തട്ടി ദൈവത്തെ സ്തുതിക്ക്. നോക്കണമേ, ഹോസ്പിറ്റലിൽ നിന്ന് ഇട്ട് തന്ന ആമത്തോട് ആവരണം ഇട്ടിട്ടാണ് ഞാൻ കിടക്കുന്നത്. പാസ്റ്റർ വന്ന് എൻ്റെ മക്കളും കൂടെ വന്ന് പിടിച്ചിരുത്തിയാലേ എനിക്ക് കട്ടിമേന്ന് എഴുന്നേറ്റിരിക്കാൻ കഴിയത്തുള്ളൂ. ആ അവസ്ഥയിൽ പരിശുദ്ധാത്മാവിനോട് പറയുകയാ, നീ എങ്ങനെ ദൈവത്തെ ആരാധിച്ചു വന്നുവോ അതുപോലെ കരം തട്ടി എന്നെ ഒന്ന് സ്തുതിച്ചാരാധിക്കേ. ഹല്ലേലൂയ. മറ്റൊന്നും നോക്കിയില്ല. ദൈവത്തിൻ്റെ മുമ്പാകെ ഞാൻ ഹല്ലേലൂയ കൈ തട്ടുക, കിടന്നുകൊണ്ട് തന്നെ കൈ തട്ടുവാൻ ഇങ്ങനെ ആഗ്രഹിച്ച് കൈ ഇങ്ങനെ തട്ടി ഒരു ശബ്ദം ഇങ്ങനെ കേട്ടപ്പോൾ 2 ദൂതന്മാർ ആകാശത്തുനിന്ന് ഇറങ്ങുന്നത് എൻ്റെ കണ്ണാൽ എനിക്ക് കാണുവാനിടയായി തീർന്നു. ഓരോ പ്രാവശ്യവും ഞാൻ കൈകൾ തട്ടുമ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം ദൈവത്തിൻ്റെ ദൂതന്മാർ എൻ്റെ അരികിലേക്ക് കടന്നു വരുന്നത് എൻ്റെ കണ്ണുകളാൽ എനിക്ക് കാണുവാനിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. ഏത് പ്രതികൂലത്തിൻ്റെ മധ്യത്തിൽ ഏത് അസാധ്യതകളെ സാധ്യമാക്കി തീർക്കുവാൻ ഒരു വലിയ ദൈവം നമുക്കുണ്ട്. അവനത്രേ നമുക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റ യേശു കർത്താവ്. ഏത് സാഹചര്യത്തിലും നിന്റെ അരികിൽ വരുവാൻ അവൻ സർവശക്തനായ ദൈവമാണ്. നട്ടൽ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞത് ആരാധനയിൽ എൻ്റെ യേശപ്പച്ച എന്നെ സൗഖ്യമാക്കി തീർത്തു. ആയതിനാൽ ഞാൻ എവിടെ പോയാലും പറയും, നിങ്ങൾ കരം തട്ടി ആരാധിക്കുന്ന കുറവ് വരരുത്. കരങ്ങൾ തട്ടി ദൈവത്തെ സ്തുതിക്കണം. ദൈവത്തിന്റെ മഹത്വം നിങ്ങളിൽ വെളിപ്പെടണം. പൈശാചിക തന്ത്രങ്ങളോട് നിങ്ങൾ എതിർത്ത് നിൽക്കണം. പ്രൈസ് ദി ലോർഡ്. അനുഭവമാണ് പ്രസംഗം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. ആ സാഹചര്യത്തിൽ നിന്ന് ദൈവാത്മാക്കളെ തന്നു, വിടുതലുകളെ നൽകി തന്നു, വിജയങ്ങളെ നൽകി തന്നു. ഞാൻ പ്രാർത്ഥിച്ച സകല വിഷയത്തിന് എൻ്റെ ദൈവം എനിക്ക് മറുപടികൾ നൽകി തന്നു. പ്രൈസ് ദി ലോർഡ്. ഇനി എനിക്ക് കർത്താവിനെ പ്രസാദിപ്പിക്കണമെന്നുള്ള ഒറ്റ ഒരാഗ്രഹമേ ഉള്ളൂ. ഏത് ദിവസം ഏത് നിമിഷം യേശപ്പച്ചനെ പ്രസാദിപ്പിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹാനോക്ക് യേശുവിൻ ദൈവത്തോടു കൂടെ നടന്നു. അവനെ എടുത്തുകൊണ്ടതിനാൽ
കാണാതെയായി. ഫിലിപ്പോസ് തേരിനോട് ചേർന്ന് നടന്നു. അവനെ കൊണ്ട് ദൈവം ചെയ്യിപ്പിച്ച ദൈവപ്രവർത്തികൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതുപോലെ ഞാനും ആഗ്രഹിക്കുന്നു. അതുപോലെയല്ല, എളിയ ആഗ്രഹമാണ് കർത്താവിനോടും പരിശുദ്ധാത്മാവോടും ചേർന്ന് വസിക്കണം. ദൈവം എന്നെ എളിയ ജീവിതത്തെ കൊണ്ട് എന്തൊക്കെ ആഗ്രഹിക്കുന്നുവോ, എത്ര പേരെ ഉറപ്പിക്കണമോ, ദൈവ സന്നിധാനത്തിൽ ഹല്ലേലൂയ ദൈവശക്തിയാൽ നിറയ്ക്കണമോ, അവരെല്ലാം ദൈവത്തിലേക്ക് അടുപ്പിക്കുവാൻ ദൈവകരങ്ങളെ സമർപ്പണത്തോടായിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ ആ മെതിവണ്ടിയാക്കി തീർക്കുമെന്ന് പറയുന്ന വചനം ഞാൻ ഉള്ളിൻ്റെ ഉള്ളിൽ കൈക്കൊണ്ട് പ്രൈസ് ദി ലോർഡ്. എന്നെ ദൈവം വേറെ എവിടെ അയച്ചാലും തളർന്നും ക്ഷീണിച്ചും ഇരിക്കുന്ന മക്കൾ ദൈവ ശക്തരായി, പ്രാർത്ഥന ശക്തരായി, ആരാധന ശക്തരായി, വചനധ്യാനത്തെ ശക്തരായി തീരുന്നത് എനിക്ക് സാക്ഷ്യമായി എനിക്ക് ദൈവം എഴുന്നേൽപ്പിച്ചിട്ടുണ്ട്. അനേക സാക്ഷ്യങ്ങൾ എൻ്റെ ദൈവം എഴുന്നേൽപ്പിച്ചതായിട്ട് ഞാൻ അറിയുന്നു. പ്രൈസ് ദി ലോർഡ്. നമുക്കുള്ളൊരു പ്രതികൂലം അത് വിടുതലായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നമ്മൾ പഠിച്ച വചനം ഏതാണ്? എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിന് മതിയായവൻ. എൻ്റെ ഭവനം വിട്ട് കാട്ടാക്കട വരെ പോലും ബൈക്കിൽ വരാൻ കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയുള്ള ഞാൻ അവിടെ നിന്ന് ഇവിടെ വരെയും ബൈക്കിലായിന്ന് വന്ന പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത്ര ദൈവം ഒരു വിടുതൽ അങ്ങ് തന്നു. ഓപ്പറേഷൻ്റെ കർത്താവ് അങ്ങ് ചെയ്ത് യേശുവിൻ്റെ രക്തം മതിയായവൻ. ആ രക്തത്താൽ എന്നെ ദൈവം ശുദ്ധീകരിച്ച് ഹല്ലേലൂയ എന്നെ ദൈവം ശക്തയാക്കി തീർത്തു. മാനുഷ്യമായ എൻ്റെ ശരീരത്തെ ലാസറിനെ ഉയർപ്പിച്ചതുപോലെ ഉയർപ്പിപ്പാൻ കഴിഞ്ഞുവെങ്കിൽ വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ ശക്തി കാണും, മഹത്വം കാണുമെന്ന് പറഞ്ഞ യേശുവിന്റെ വചനം ഇന്ന് പകൽക്കാലം വെളിപ്പെട്ട് നിന്റെ കൂടാരത്തിൽ, ഭവനത്തിൽ, നിന്റെ വിഷയങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവ് പരിവർത്തിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആയതിനാൽ ദൈവകരങ്ങൾ നമ്മളെ സമർപ്പിക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടും. ഹല്ലേലൂയ. പത്രോസ് സകലം വിട്ട് നടന്നു. നമ്മൾ പഠിച്ച കാര്യങ്ങളെല്ലാം ഒന്നുകൂടെ പോകുക. പത്രോസ് സകലം വിട്ട് നടന്നു, പക്ഷെ കർത്താവ് അവനെ ചേർത്ത്, മാറോട് ചേർത്ത്. പ്രൈസ് ദി ലോർഡ്. പിന്നത്തേതിന് പത്രോസ് എന്താ ചെയ്തേ? പത്രോസ് നടന്നു പോകുമ്പോഴേക്കും ഹല്ലേലൂയ അവൻ്റെ നിഴൽ തട്ടി രോഗികൾ സൗഖ്യമായി. പ്രൈസ് ദി ലോർഡ്. ആ ദാസി ഒന്ന് പ്രാർത്ഥിച്ചെങ്കിൽ, ആ ദൈവദാസനൊന്ന് പ്രാർത്ഥിച്ചെങ്കിൽ, ഇന്ന് പ്രാർത്ഥനയ്ക്ക് വിരോധമായി നിൽക്കുന്നവരെ കൊണ്ട് ഹല്ലേലൂയ ഒരു വാക്കെനിക്ക് വേണ്ടി വന്ന് പ്രാർത്ഥിച്ചെങ്കിൽ എന്ന് പറയുമാറ് ദൈവ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ എൻ്റെ ദൈവം വെളിപ്പെടുത്താനിടയായിത്തീരും. ഹല്ലേലൂയ. Praise the Lord. Praise the Lord. Praise the Lord. ദൈവം ചിലരെ തൊട്ടുകൊണ്ടിരിക്കുകയാ. ചില പൈശാചിക ശക്തികൾ അഴിഞ്ഞുകൊണ്ടിരിക്കുകയാ. ചില കുടുംബത്തിൽ ദൈവ സാന്നിധ്യം വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാ. ചിലതിനെ ദൈവം വേർതിരിച്ചു കൊണ്ടിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാ. വഴിയില്ല എന്ന് പറഞ്ഞ് കരഞ്ഞ സ്ഥാനത്ത് ദൈവം പുതുവഴികളെ തുറക്കുന്നത് പരിശുദ്ധാത്മാവിൽ ഞാൻ കാണുകയാണ്. Hallelujah. 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 Praise the Lord. Praise the Lord. ദൈവത്തിന് സ്തോത്രം. കർത്താവ് തൻ്റെ ലൗകിക കാലഘട്ടത്തിൽ ദൈവത്തിന് സ്തോത്രം ഏത് പട്ടണത്തിൽ ചെന്ന് കാൽ ചവിട്ടിയാൽ അവിടെ ഒരു വിടുതലുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഏത് ഭവനത്തിൽ ചെന്ന് ഒന്ന് കാൽ ചവിട്ടിയാലും ആ ഭവനത്തിനും വിടുതലുണ്ട്. ദൈവത്തിന് സ്തോത്രം. ആരെ തൊട്ടാലും വിടുതലുണ്ട്. യേശുവിനെ തൊട്ടവർക്കും
സൗഖ്യമുണ്ട്. അങ്ങനെയെങ്കിൽ പ്രിയ ദൈവമക്കളെ നോക്കുക, 38 ആണ്ട് രോഗം ബാധിച്ചൊരു വ്യക്തി ബെഥെസ്ദയുടെ കുളത്തിൽ കിടപ്പുണ്ട്. എന്നെ ആര് വന്നൊന്ന് സഹായിക്കുക, ആമേ, ആരെന്നെ ഒന്ന് സഹായിച്ച് ഈ കുളത്തിലേക്ക് എന്നെ എടുത്ത് ആമേ ഈ വെള്ളം കലങ്ങുമ്പോൾ എന്നെ ഒന്നാക്കുമെന്ന് പറഞ്ഞ് ആമേ ദൈവത്തിന് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നൊരു വ്യക്തിയായിരിക്കാം. ഹല്ലേലൂയ. അവൻ്റെ മധ്യത്തിൽ യേശു കടന്നു ചെന്നു. ആമേ, ദൈവത്തിന് സ്തോത്രം. ആ ബെഥെസ്ദയുടെ അനുഭവം എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ആമേ ദൈവത്തിന് സ്തോത്രം, ഒത്തിരി രോഗികൾ വന്ന് എന്ത് ചെയ്തു? സൗഖ്യം പ്രാപിച്ച് മടങ്ങിപ്പോയെന്നാണ് വചനം വായിക്കുന്നത്. ആമേ, ബെഥെസ്ദയ്ക്ക് 5 മണ്ഡപമുണ്ട്. അവിടെ എല്ലാം വ്യാധിക്കാരും രോഗികളും ആമേ പ്രശ്നക്കാരെല്ലാം കിടക്കുകയാണ്. അതാത് സമയത്ത് ദൂതൻ വന്ന് വെള്ളം കലക്കും. ആമേ, ആ സമയത്ത് ആരാണോ ആദ്യം ആ വെള്ളത്തിലോട്ട് ഇറങ്ങുന്നത് അവർക്കൊരു വിടുതല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ ഇവിടെ നോക്കണമേ, ഈ വ്യക്തിയെ ആ വെള്ളത്തിലോട്ട് ആക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. എന്നാൽ യേശു അവൻ്റെ ഹൃദയത്തെ അറിഞ്ഞുവെങ്കിൽ പ്രിയ ദൈവ പൈതലേ, ദൈവ സന്നിധാനത്തിൽ യേശുവേ എനിക്കൊരു വിടുതൽ വേണമെന്ന് പ്രാർത്ഥിച്ച് യേശുവിൻ്റെ മുഖത്തെ അന്വേഷിക്കുന്ന ദൈവപുത്രൻ്റെ മുഖത്ത് എൻ്റെ രക്ഷകനും കർത്താവുമായുള്ളവേ എന്ന് പറഞ്ഞ് ദൈവകരങ്ങളെ ഏൽപ്പിക്കുന്ന ഏത് വ്യക്തിയെ ആമേ തൊടുവാൻ, അവനെ വിടുവിക്കുവാൻ, ആമേ ഹല്ലേലൂയ, എൻ്റെ കർത്താവ് മതിയായവൻ. ഹല്ലേലൂയ. അവിടെ ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി അവിടെ വെളിപ്പെടുകയാണ്. ആരും ദൈവത്തിന് സ്തോത്രം. ഒത്തിരി വർഷങ്ങളായ വിഷയത്തിന് ആമേ ദൈവമകത്തോടെ വെളിപ്പെടുകയാണ്. ഹല്ലേലൂയ. അവിടെ നമ്മൾ വെള്ളത്തെ ഒന്ന് ചിന്തിച്ച് നോക്കുക. ആമേ ദൈവത്തിന് സ്തോത്രം. അവിടെ ദൂതൻ വന്ന് വെള്ളം കലക്കും, അല്ലേ, വെള്ളം ഇളക്കും. അപ്പോഴേക്കും ആമേ ജനം ഇറങ്ങുമെന്ന് നമ്മൾ വായിക്കുന്നു. ഒന്നുകൂടെ നമ്മൾ ദൈവത്തിന് മനസ്സിരുത്തി ഒന്ന് ചിന്തിച്ചാൽ ആ വചനം ആമേ വെള്ളത്തിൻ്റെ ചലനം, മൂവിങ് ഓഫ് വാട്ടർ. ആമേ ദൈവത്തിന് സ്തോത്രം. വെള്ളത്തിൻ്റെ ചലനം അവിടെ വെളിപ്പെടുമ്പോൾ അവിടെ അത്ഭുതങ്ങൾ വെളിപ്പെടും. പ്രിയ ദൈവസഭയെ, പരിശുദ്ധാത്മാവിൻ്റെ ചലനം ആമേ നിങ്ങളിൽ വെളിപ്പെടുമ്പോൾ ഇതൊരു ബെഥെസ്ദയായി എൻ്റെ ദൈവം തീർക്കുവാൻ ആമേ പദ്ധതിയുണ്ട്. ആമേ ഹല്ലേലൂയ. 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 അപ്പോൾ ദൈവസഭ ശക്തി ഏറ്റെടുത്താൽ ദൈവസഭ ഒരു ബെഥെസ്ദയായി. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിന് നമ്മൾ പഠിച്ച വചനം സകലത്തിന് മതിയായവൻ. നമുക്ക് കിട്ടിയ വചനമേതാ? യെശയ്യാവ് 54:17. നിനക്ക് ഈ 2 വചനം നിങ്ങൾ മറക്കരുത്. ആമേ, ഞാൻ വൈകിട്ട് നിങ്ങളോട് ചോദിക്കും. പ്രൈസ് ദി ലോർഡ്. ആമേ. ഏത് വചനങ്ങളാണ്? എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം ഞാൻ സകലത്തിന് മതിയാകുന്നു. ആമേ ഹല്ലേലൂയ. നിനക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന ഒരായുധവും ഫലിക്കയില്ല. പ്രൈസ് ദി ലോർഡ്. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇത്ര സമയം അനുവദിച്ച ദൈവദാസനും ദൈവസഭയോടുള്ള നന്ദിയെ ഞാൻ അറിയിക്കുന്നു. ദൈവം നമ്മളെ ഏവരെ അനുഗ്രഹിക്കുമാറാകട്ടെ.